താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ്. ഇന്നലത്തെ ലൈവ് വീഡിയോ ഈ വാളിൽ ഷെയർ ചെയ്തിരുന്നെങ്കിൽ അത് പലർക്കും കാണാൻ പറ്റിയില്ല. അതൊരു സാങ്കേതിക തകരാറായിരുന്നു. ധാരാളം ആളുകൾ ഇന്നലത്തെ ലൈവ് മിസ് ചെയ്തു. ഇന്നലെ ബ്രദർ സജിത്തുമായിട്ട് മാമോയിസയെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. മിസ്സായവർക്ക് ഐ എം സോറി അബൌട്ട് ദാറ്റ്. കാരണം അത് സാങ്കേതിക തകരാറായിപ്പോയി. നമ്മൾ ഇന്നലത്തെ ആ പ്രസന്റേഷനോടുള്ള പ്രതികരണമായി പല ആളുകളും ഒബ്ജക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. മാമോദിസയെ കുറിച്ച് അതിന്റെ പ്രായത്തെ സംബന്ധിച്ച്, അതിന്റെ രീതികളെ സംബന്ധിച്ച് ഒക്കെയുള്ള പലതരത്തിലുള്ള ഒബ്ജക്ഷൻസ് ആണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മാമോദിസ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബാപ്റ്റിസം, സ്നാനം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും മുങ്ങി സ്നാനപ്പെടുത്തണമെന്നൊരു നിർബന്ധം. ഇപ്പൊ സ്നാന രീതി പെന്റക്കോസ്തുകാർ കത്തോലിക്കരെയും ഓർത്തഡോക്സ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും ഷുവർലി മാർത്തോമാക്കാരെയും ഒക്കെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ അവരവതരിപ്പിക്കുന്ന ഒരു പ്രധാന വാദം സ്നാനത്തിന്റെ രീതിയാണ്. അതായത് നിങ്ങളുടെ സ്നാനം ശരിയല്ല, കാരണം പൂർണ്ണമായി മുങ്ങിയില്ല. അത് അങ്ങേയറ്റം ബാലിശമായ ഒരു വാദമാണ്. കാരണം സ്നാനം എന്ന് പറയുന്നതിലെ ദൈവശാസ്ത്രം ഒരിക്കലും ചർച്ചയ്ക്ക് വെക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല. മറിച്ച് അതിന്റെ രീതി എങ്ങനെയാണ്, മലത്തിയാണോ കമത്തിയാണോ, പൂർണ്ണമായിട്ടാണോ ഭാഗികമായിട്ടാണോ, ഒഴിച്ചാണോ തളിച്ചാണോ, അത് ഒരു അങ്ങേയറ്റം ബാലിശമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇത് ഒഴിച്ചാണോ തളിച്ചാണോ, മുഴുകിയാണോ എന്നുള്ളതിനെ വിട്ടിട്ട് അതിലെ ദൈവശാസ്ത്രം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ പെന്റക്കോസ്തു വിഭാഗത്തിന്റെ ആശയപാപ്പരത്വം നമുക്ക് മനസ്സിലാകും. ഇനിയിപ്പോ അതിന്റെ രീതി നമ്മൾ പരിശോധിച്ചാൽ തന്നെ പരമ്പരാഗതമായിട്ട് സ്നാനം നടത്തിയിരുന്നവരൊക്കെ മുൻപോട്ട് കമഴ്ത്തിയാണ് മുക്കിക്കൊണ്ടിരുന്നത്, മലത്തിയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതിന് ചില ചർച്ച് ഫാദേഴ്സിന്റെ റൈറ്റിങ്സ് ഞാനിവിടെ വായിക്കുകയാണ്. ഒന്ന് സിപ്രിയൻ ഓഫ് കാർത്തേജ് അദ്ദേഹം എഴുതിയിരിക്കുന്ന AD 253 എഴുതിയിരിക്കുന്നതാണ്. ആസ് ടു വാട്ട് പെർട്ടൈൻസ് ടു ദ കേസ് ഓഫ് ഇൻഫൻസ്, യു സെഡ് ദാറ്റ് they ought not to be baptized within the second or third day after their birth, that the old law of circumcision must be taken into consideration, and that you did not think that one should be baptized and sanctified within the 8th day after his birth. In our council it seemed to us far otherwise. No one agreed to the course which you thought should be taken. Rather, we all judge that the mercy and grace of God ought to be denied to no man born. AD 253 അവിടെ ഒരു ആള് തർക്കം ഉന്നയിച്ചിരിക്കുന്നത് ജൂവിഷ് സർക്കംസെഷന്, അതായത് പരിച്ഛേദനയ്ക്ക് 8 ദിവസം കാത്തിരിക്കണമായിരുന്നു, 8ാം ദിവസം പരിച്ഛേദന ചെയ്യാനാണ് ദൈവം കൽപ്പിച്ചത്. അതുകൊണ്ട് മാമോയിസയ്ക്ക് 8 ദിവസം കഴിഞ്ഞേ മാമോയിസ കൊടുക്കാവുള്ളൂ എന്ന് പറയണമെന്നാണ് പറഞ്ഞത്, അല്ലാതെ പ്രായപൂർത്തിയാവണമെന്നല്ല. അപ്പൊ സിപ്രിയൻ അതിന് കൊടുത്തിരിക്കുന്ന മറുപടി കൗൺസിൽ കൂടിയിട്ട് ആ കൗൺസിലിൽ അവർ തീരുമാനിച്ച കാര്യം ഇത് AD 253 എഴുതിയിരിക്കുന്നതാണ്. AD 253 അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അതിന്റെ കൺക്ലൂഷൻ എഴുതിയിരിക്കുകയാണ്, we all judge that the mercy and grace of God ought to be denied to no man born. എന്ന് പറഞ്ഞാൽ പിറന്നു വീണ ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ കൃപയും കരുണയും നിഷേധിക്കുവാൻ പാടില്ല യാതൊരു കാരണവും ചൊല്ലി.
യാതൊരു കാരണവും ചൊല്ലി ദൈവത്തിന്റെ കൃപയും കരുണയും പിറന്നു വീണ ഒരു മനുഷ്യ ശിശുവിന് നിഷേധിക്കാൻ പാടില്ല. ഇത് ഭയങ്കരമായ നിഷേധമാണ് നടക്കുന്നത്. മലയാളി പെന്തക്കോസ്ത് സഭകളിൽ നടക്കുന്നത് അതിക്രൂരമായ വിവേചനവും നീതിരഹിതമായ കൃപാനിഷേധവുമാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുന്നില്ല. ശിശുസ്നാനം ശരിയാണെന്നുള്ളൊരു തർക്കമല്ല ഇവിടെ. ഇവിടെ മനുഷ്യാവകാശ ലംഘനമാണ്. മനുഷ്യാവകാശ ലംഘനം. അപ്പൊ അതാണ് കാർത്തേജിലെ സിപ്രിയൻ എഴുതിയിരിക്കുന്നത്. In our council, it seemed to us for otherwise. No one agreed to the course which you thought should be taken. Rather, we all judged that the mercy and grace of God ought to be denied to no man born. ഒരു മനുഷ്യനും ഇത് നിഷേധിക്കാൻ പാടില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ സഭയുടെ അംഗങ്ങളാക്കുന്നതിൽ നിന്ന്, ഇത് ഞാൻ തർക്കത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ചിന്തയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. ഒരിക്കലും പെന്തക്കോസ്ത് സഭകൾ കർത്താവിന്റെ സഭയല്ല. അത് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാത്തതും ചേർക്കാത്തതും. പക്ഷെ വാദത്തിന് വേണ്ടി അതങ്ങനെയാണ് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ അതിലെ അംഗങ്ങളാക്കാതിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കടുത്ത നീതി നിഷേധമാണ്. കാരണം അവർക്ക് ആ പ്രസാദപരം നിഷേധിക്കുകയാണ്. അങ്ങനെ ഒന്നുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നെങ്കിൽ. ഇപ്പൊ അടുത്തത് നസിയാൻസിലെ ഗ്രിഗറി ഓഫ് നസിയാൻസ് AD 388 കത്താണ്. ഡു യു ഹാവ് ആൻ ഇൻഫന്റ് ചൈൽഡ്? Allow sin no opportunity, rather let the infant be sanctified from childhood. From his most tender age, let him be consecrated by the Spirit. Do you fear the seal because of the weakness of nature? Oh, what a pusillanimous mother and how little faith. സ്നാനത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. AD 388 ജോൺ ക്രിസോസ്റ്റം പറഞ്ഞിരിക്കുന്നു, You see how many are the benefits of baptism, and some think its heavenly grace consists only in the remission of sins. But we have enumerated 10 honors it bestows. For this reason, we baptize even infants, so they are not defiled by sins. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെയ്യുന്ന പാപങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി മാത്രമല്ല, മാമോദിസായിലൂടെ ലഭിക്കുന്ന 10 അനുഗ്രഹങ്ങളെ കുറിച്ചാണ് സ്വർണനാവുകാരനായ ഈവാനിയോസ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്നത്. AD 215 ഹിപ്പോലൈറ്റസിന്റെ കത്ത്. AD 215 ഹിപ്പോലൈറ്റസ്, Baptize first the children, and if they can speak for themselves, let them do so. Otherwise, let their parents or other relatives speak for them. The apostolic tradition. അപ്പോസ്തലിക പാരമ്പര്യം എന്താണ് എന്ന് AD 215 ഹിപ്പോലൈറ്റസ് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നു, അപ്പോസ്തലിക പാരമ്പര്യം അനുസരിച്ച് കുഞ്ഞുങ്ങളെയാണ് ആദ്യം മാമോദിസ മുക്കുന്നത്, അതിനുശേഷമാണ് മുതിർന്നവരെ മുക്കേണ്ടത്. AD 189 ഐറീനസ് എഴുതിയിരിക്കുന്നത്, He came to save all through himself, all I say who through him are reborn of God, infants and children and youths and old men. Therefore he passed through every age, becoming an infant for infants, sanctifying infants, a child for children, sanctifying those who are at that age. അവനൊരു ശിശുവായിട്ട് ജനിച്ചു. ശിശുവായിരുന്നപ്പോൾ തന്നെ അവൻ പൂജരാജാക്കന്മാരിൽ നിന്ന് കാഴ്ചകളെ സ്വീകരിച്ചു, ആരാധന സ്വീകരിച്ചു, ആരാധനയ്ക്ക് യോഗ്യനായി ശൈശവ പ്രായത്തെ വിശുദ്ധീകരിച്ചു. അതുകൊണ്ട് ശിശുക്കൾ മാമോദിസ സ്വീകരിപ്പാൻ യോഗ്യരാണ്. കർത്താവിനെ ആരാധിക്കുവാൻ അവൻ ശിശുവായിരുന്നപ്പോൾ തന്നെ ഒട്ടും വിമുഖത കാണിക്കാതെ ആ ജ്ഞാനികൾ തങ്ങളുടെ നിക്ഷേപപാത്രങ്ങളെ തുറക്കുകയും പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെക്കുകയും ചെയ്തു. അവന് പ്രായപൂർത്തിയാകുമ്പോൾ വന്ന് ഞങ്ങൾ വണങ്ങാം എന്ന് കരുതിയില്ല. അങ്ങനെ ശൈശവ പ്രായത്തെ അവൻ വിശുദ്ധീകരിച്ചു. അവൻ ബാലനായിരുന്നപ്പോൾ തന്നെ ദൈവാലയത്തിൽ ചെല്ലുകയും ശാസ്ത്രിമാരോടും പുരോഹിതന്മാരോടും പ്രമാണം സംബന്ധിച്ച് തർക്കിക്കുകയും തന്റെ ജ്ഞാനത്താൽ അവരെ വിസ്മയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ബാല്യപ്രായത്തെ അവൻ വിശുദ്ധീകരിച്ചു. അപ്പോൾ ശൈശവത്തെയും ബാല്യത്തെയും നിഷേധിക്കുന്നവർ മനസ്സിലാക്കണം, യേശു കർത്താവ് ഒരു ശിശുവായിട്ടാണ് ജനിച്ചത്. ആ ശിശുവായിട്ട് ജനിച്ച് അല്ലാതെ ഒരു മരത്തിൽ നിന്നൊരു പൂർണ്ണകായ മനുഷ്യനായിട്ട് ചാടി വരികയല്ലായിരുന്നു. ശിശുവായിട്ട് ജനിച്ചു. ആ ശൈശവ പ്രായത്തെ അവൻ വിശുദ്ധീകരിച്ചു. ശിശുവായിരുന്നപ്പോൾ തന്നെ അവൻ രാജാക്കന്മാരിൽ നിന്ന് പൊന്നും മൂരും കുന്തിരിക്കവും
കാഴ്ച സ്വീകരിച്ചു. ശിശുവായിരുന്നപ്പോൾ തന്നെ അവനൊരു രാജാവിനെ ഭയചകിതനാക്കി. ശിശുവായിരുന്നപ്പോൾ അവൻ ആരാധന സ്വീകരിച്ചു. ശിശുവായിരുന്നപ്പോൾ അവൻ കാഴ്ചകൾ സ്വീകരിച്ചു. ബാലനായിരുന്നപ്പോൾ അവൻ തന്റെ ജ്ഞാനത്താൽ പുരോഹിതന്മാരെ വിസ്മയപ്പെടുത്തി. ഇവിടെ ഐറീനിസ് എഴുതിയിരിക്കുകയാണ്, അവൻ ശിശുവായി ശൈശവ പ്രായത്തെ വിശുദ്ധീകരിച്ചു. Therefore he passed through every age, becoming an infant for infants, sanctifying infants, a child for children, sanctifying those who are of that age. So clear. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ശിശുവായി തീർന്നു, ശൈശവ പ്രായത്തെ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശിശുക്കളെ തടയരുത്, അവരെ എൻ്റെ അടുക്കൽ വിടുവി. ഈ കർത്തൃകൽപ്പനയെ നിഷേധിച്ചുകൊണ്ടാണ് ശിശുക്കളെ ഇവർ തടയുന്നത്. അതുകൊണ്ട് ശിശുക്കൾക്ക് മാമോദിസ കൊടുക്കാത്തത് അതിഗുരുതരമായ നീതി നിഷേധമാണ്. ശിശുക്കൾക്ക് മാമോദിസ കൊടുക്കണം. അതാണ് ശരിയായ മാതൃക, അതാണ് സഭയുടെ മാതൃക, അതാണ് യഥാർത്ഥത്തിൽ ആദിമസഭ അവലംബിച്ചത്. അപ്പൊ ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രായപൂർത്തിയായി കഴിഞ്ഞ് വിൽഫുള്ളി അവനവന്റെ ഇഷ്ടത്തിന് ദൈവം ഒരിക്കലും അങ്ങനല്ല ചെയ്യുന്നു. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചത്, അബ്രഹാമേ അടിയനിതാ, നീ നിന്റെ മകൻ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് ചെന്ന് ഞാൻ നിന്നെ കാണിപ്പിക്കുന്ന മലയിൽ വെച്ച് അവനെ നീ എനിക്ക് ഹോമയാഗം കഴിക്കുക. അപ്പം ഇസാക്കിന് പ്രായപൂർത്തിയായി. ഹോമയാഗത്തിനുള്ള വിറക് മുഴുവൻ സ്വന്തം തോളിൽ എടുത്തുകൊണ്ട് മോറിയാമല കയറിപ്പോയത് ഇസാക്കാണ്. അപ്പൊ അത്രയും പ്രായമായ ആ ഇസാക്കിനെ അവനോട് അനുവാദം ചോദിക്കാൻ ദൈവം പറഞ്ഞില്ല. ദൈവം പറഞ്ഞതാ പിതാവിനോട്. അപ്പൊ ദൈവം കാണുന്നത് അത്രയും പ്രായമായിട്ടും ഇസഹാക്കിനെ അവന്റെ വിത്തൗട്ട് ഹിസ് പെർമിഷൻ, വിത്തൗട്ട് ആസ്കിങ് ഹിസ് കൺസെന്റ് അവനെ വിളിച്ചുകൊണ്ട് പോയി അവനെ യാഗം കഴിച്ചേക്കാനാ പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു കൈക്കുഞ്ഞിന്റെ കാര്യത്തിൽ എത്ര അധികമായി മാതാപിതാക്കളുടെ തീരുമാനത്തെ ദൈവം അംഗീകരിക്കും. അപ്പൊ ദൈവത്തോട് പറയാണ്, കർത്താവേ ഇതിപ്പോ ഞങ്ങളുടെ കുഞ്ഞാണ്, ഞങ്ങൾക്കുണ്ടായ കുഞ്ഞാണ്, പക്ഷേ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ അത്ര ഉറപ്പില്ല. ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് നാട്ടുകാർ പറയുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഈ കുഞ്ഞു വലുതായി അവൻ പ്രായപൂർത്തിയായി കഴിഞ്ഞ് അവൻ ലോകപ്രകാരം വിവേചന ശക്തി എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ അവനോട് ചോദിക്കും, നീ കർത്താവിനെ സ്വീകരിച്ച് സ്നാനപ്പെടുന്നുവെന്ന്. അപ്പോൾ ഞങ്ങൾ അവനെ സ്നാനപ്പെടുത്തും. ഇതൊരിക്കലും ദൈവീക കാര്യപരിപാടിയിലുള്ള. എന്നാണ് ഞാൻ ഈ എക്സാമ്പിൾ കൊണ്ടുവരുന്നത്. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ദൈവം പറയുകയാണ്. അപ്പൊ അതാണ് അതിന്റെ പാറ്റേൺ. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ഇസഹാക്കിനോട് അനുവാദം ചോദിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞ അങ്ങനെയാണ്. അതുപോലെ തന്നെയാണല്ലോ യേശു കർത്താവ് യെരുശലേമിലേക്ക് വരുമ്പോൾ ശിശുക്കൾ ആർത്തു വിളിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്, യേശു കർത്താവിനെ വരവേൽക്കുകയാണ്. അപ്പൊ പറയാണ്, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ശിശുക്കളുടെയും ബാലന്മാരുടെയും കൊഞ്ഞ സംസാരിക്കുന്ന ശിശുക്കളുടെയും വായിൽ നിന്ന് എനിക്ക് പുകഴ്ചയെ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ ശിശുക്കളുടെയും കൊഞ്ഞ സംസാരിക്കുന്ന ശിശുക്കളുടെയും ബാലന്മാരുടെയും വായിൽ നിന്ന് തനിക്ക് പുകഴ്ചയെ ഒരുക്കിയിരിക്കുന്നു. സോ ഇതിനെതിരായിട്ടുള്ള വാദങ്ങൾ നിലനിൽക്കുന്ന വാദങ്ങളല്ല. ഇപ്പൊ ചില ബിജോയ് ജെൻ ട്രുവാൻഡ്രം, ഹായ് ഷിബിച്ച, ദാറ്റ് വാസ് one great discussion yesterday with thank you. It was a great discussion. That will continue. ഇന്നലെ ഞങ്ങൾ മാമോദിസയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇനി ബാക്കി 6 കൂദാശകളും പരിശുദ്ധ ദൈവമാതാവ് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതിനെതിരായിട്ട് വന്നിരിക്കുന്ന ഡിസ്പ്യൂട്ടുകളാണ്. അബ്രഹാമിന്റെ കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക. പെന്തക്കോസ്തുകാർക്ക് ഏറ്റവും പ്രിയമുള്ള സബ്ജക്റ്റാണ്, ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നതാണ്. ഈ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇസഹാക്കിന്റെ അനുവാദം ചോദിക്കാൻ ദൈവം പറഞ്ഞോ? ഇല്ല എങ്കിൽ ഒരാളെ ഹോമയാഗം കഴിക്കുന്ന അത്രയും വലിയ വിഷയമല്ലല്ലോ മാമോദിസ കൊടുക്കുന്നത്. ഒരാളെ ഹോമയാഗം കഴിക്കുന്ന അത്രയും കൊടിയ കാര്യമാണോ മാമോദിസ കഴിക്കുന്നത്? അപ്പോ പെന്തക്കോസ്തുകാരുടെ വാദം അവിടെ തകർന്നു വീഴുകയാണ്.
കാരണം കുഞ്ഞ് വലുതായി അതിന്റെ അനുവാദം മേടിച്ചിട്ട് മാത്രമേ ആ കുഞ്ഞിന് മാമോദിസ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പറയുമ്പോൾ ഇസഹാക്കിന്റെ അനുവാദം മേടിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇസഹാക്കിന്റെ അനുവാദം കൂടാതെ, ഇസഹാക്കിന്റെ സമ്മതം കൂടാതെ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ദൈവം അബ്രഹാമിനോട് പറഞ്ഞെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തന രീതി അല്ലെ ദൈവം കാര്യങ്ങളെ കാണുന്നത് ആ രീതിയിലാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തെ അറിയുന്ന ആളുകൾ ആ രീതിയിലാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. ആ രീതിയിലാണ് കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. മറ്റത് തികച്ചും Sajid Joseph, it's okay. Carry on. He's traveling. He cannot join today. ഞങ്ങൾ ഇന്നലെ വന്നിരിക്കുന്ന വിഷയത്തിന് വന്നാൽ ഡിസ്പ്യൂട്ടുകൾ ഇപ്പോ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇപ്പം 2-3 പേര് ലൈവിൽ ഈ ശിശുസ്നാനം തെറ്റ അല്ലെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞ് മാത്രമേ മാമോദിസ കൊടുക്കാവുള്ളൂ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന് കൗണ്ടർ ആർഗ്യുമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ആർഗ്യുമെന്റ് ഇപ്പൊ നമ്മൾ ഉയർത്തുന്നത് ഈ അബ്രഹാമിന്റെ വിഷയമാണ്. ഈ വിഷയത്തിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ട് വേണം ശിശു സ്നാനത്തെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുന്നതിനെ എതിർക്കുവാൻ. യാതൊരു റൈറ്റും വേദപുസ്തക പ്രകാരം ഇല്ല. ബിബ്ലിക്കൽ എവിഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതാ വരുന്നു ബിബ്ലിക്കൽ എവിഡൻസ്. അബ്രഹാമിനോട് ദൈവം പറയുന്നു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ നീ കൂട്ടി മോറിയ ദേശത്തേക്ക് പോണം. അവിടെ ഞാൻ നിന്നെ കാണിച്ചു തരുന്ന മലയിൽ വെച്ച് നീ അവനെ ഹോമയാഗം കഴിക്കണം. അന്ന് ഈ യാഗം നടക്കുന്ന സമയത്ത് ഇസ്ഹാക്കിന് 30 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ഒരു വാക്കെങ്കിലും അവനോട് ചോദിക്കാൻ ദൈവം പറഞ്ഞില്ല. അപ്പൊ ഇത് പിതാവിന്റെ ഉത്തരവാദിത്വമാണ്, മാതാവിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പം മക്കൾ മാതാപിതാക്കളുടെ വിശ്വാസം മൂലം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇന്നലെ ആ വാക്യം വായിച്ച് കേൾപ്പിച്ചാണ്. വീണ്ടും വായിക്കുന്നതിൽ എനിക്ക് യാതൊരു മടുപ്പുമില്ല. 1 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും ഇരിക്കുന്നു. സഹോദരൻ എന്ന് പറഞ്ഞാൽ അവളുടെ സഹോദരനല്ല, ഭർത്താവ്. അപ്പൊ അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ സഹോദരൻ ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ. ഇപ്പൊ ഇവിടെ പൗലുസ്ലിയ പറയാണ്, മാതാപിതാക്കളിൽ ഒരാൾ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസം മക്കളിലേക്ക് പകരപ്പെടുന്നു. ഇത് നിങ്ങളുടെ ബൈബിളിലുള്ളതല്ലേ? നിങ്ങൾ എടുക്കുക, കൊരിന്ത്യർ എടുക്കുക, 1 കൊരിന്ത്യർ 7-ാം അധ്യായം എടുക്കുക, അതിന്റെ 14-ാം വാക്യം വായിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് അപ്പനോ അമ്മയോ ആർക്കെങ്കിലും ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം ആ മക്കളിലേക്ക് പകരപ്പെടുന്നു. അപ്പനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം മക്കളിലേക്ക് പകരപ്പെടുന്നു. അപ്പോൾ അപ്പനും അമ്മയും രണ്ടുപേരും വിശ്വാസികളാണെങ്കിൽ എത്രയധികമായി ആ മക്കളെ വിശ്വാസികളായിട്ട് വിശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് ദൈവം കാണുന്നു. പിന്നെ അവർക്ക് വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? പിന്നെ അവർക്ക് വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? പിന്നെ അവർക്ക് വെള്ളം വിലക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് മാമോദിസ എല്ലാ തരത്തിലും തിയോളജിക്കലായിട്ട് വാലിഡ് ആകുന്നത്. അപ്പോൾ മാമോദിസ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് ദൈവശാസ്ത്രപരമായിട്ട് വാലിഡാണ്, തിയോളജിക്കലി വാലിഡാണ്, ചരിത്രപരമായിട്ട് ഹിസ്റ്റോറിക്കലി വാലിഡാണ്. കാരണം ഞാൻ ചരിത്രരേഖകളാണ് വായിച്ചത്. AD 214 ലെറ്റർ വരെ വായിച്ചു. ഇനി AD 214 ലെറ്റർ വായിച്ച പിന്നെ അതിനും മുമ്പത്തെ കത്ത് നിങ്ങൾക്ക് വേണം എന്ന് പറയും. AD 214 ലെറ്റർ വായിച്ചു കഴിഞ്ഞു. AD 214 ഹിപ്പോലൈറ്റസ് എഴുതുന്നത് ഇത് അപ്പോസ്തോലിക പാരമ്പര്യമാണ്. അപ്പൊ പാരമ്പര്യം രൂപപ്പെട്ട് കഴിഞ്ഞു. ആ പാരമ്പര്യം എവിടുന്ന്? അപ്പോസ്തലന്മാരിൽ നിന്ന് രൂപപ്പെട്ടതാണ്, അപ്പോസ്തലന്മാരിൽ നിന്ന്. അപ്പൊ കേവലം 130 കൊല്ലത്തിന് ശേഷം എഴുതി വെക്കുകയാണ്, ഇതാണ് പാരമ്പര്യം. ആദ്യം ശിശുക്കളെ മാമോദിസ മുക്കണം, പിന്നീട്
മുതിർന്നവർക്ക് മാമോദിസ കൊടുക്കണം. അതാണ് മാമോദിസയുടെ രീതി. അപ്പോൾ ഇവൻ ശിശുവായി കാണപ്പെട്ടു. കാരണം നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് മാമോദിസ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. അത് സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗ്രേസിലേക്ക് പ്രവേശിക്കുന്ന എൻട്രൻസ് ആണ്, പ്രവേശന കവാടമാണ്. അതൊരിക്കലും നിഷേധിക്കുവാനുള്ളതല്ല, നീട്ടിവെക്കുവാനുള്ളതല്ല. അത് നീട്ടിവെച്ചിരിക്കുകയാണ്. ഇപ്പം ഈ പെന്തക്കോസ്തിൽ പെട്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുന്നില്ല, പിന്നെ അവരതിൽ വിശ്വസിക്കുന്നില്ല. മാമോദിസയിലൂടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രസാദവരങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നെന്ന് അവർ വിശ്വസിക്കുന്നില്ല. കർത്താവിന്റെ മേശ എന്ന് അവർ നടത്തുന്ന കാര്യം അത് വെറും റൊട്ടിയും വെള്ളവുമാണ്, കർത്താവിന്റെ ശരീര രക്തങ്ങളാണെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഇതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഒന്ന്, ഇത് കർത്താവിന്റെ ശരീരം രക്തം അല്ല. ഒരിക്കലും ഞാനൊരു പാസ്റ്റർ ചോദിച്ചു, പാസ്റ്റർ ഇത് കർത്താവിന്റെ ശരീരം രക്തമാണെന്ന് പാസ്റ്റർ വിശ്വസിക്കുന്നുണ്ടോ? അതെ, നമ്മൾ അങ്ങനെയില്ല. ഓക്കെ, ഇത് കർത്താവിന്റെ ശരീരം രക്തമല്ല, പിന്നെ എന്തിനാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടവർ മാത്രമേ ഇത് എടുക്കാവുള്ളൂ? ഇത് കർത്താവിന്റെ ശരീരം രക്തം അല്ലെങ്കിൽ ഇതെല്ലാവർക്കും കൊടുത്താൽ എന്നാ കുഴപ്പം? കർത്താവിൻ, നിങ്ങൾ ചിന്തിക്കുക, പെന്തക്കോസ്തുകാരെന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ചിന്തിക്കുക, ലോജിക്കലായിട്ട് ചിന്തിച്ചേ. അടുത്ത കർത്തമേശയ്ക്ക് പാസ്റ്ററോട് ചോദിക്കണം, പാസ്റ്റർ ഇത് കർത്താവിന്റെ ശരീരം രക്തമാണോ? അല്ല. എന്നാ പിന്നെ എന്തിനാ റിസ്ട്രിക്ഷൻ? എല്ലാവർക്കും കൂടെ. കർത്താവിനെ എല്ലാവരും ഒന്ന് ഓർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കർത്താവിനെ എല്ലാവരും ഓർക്കട്ടെ. ഇത് കർത്താവിന്റെ ശരീരം രക്തമാണോ? അല്ല. എങ്കിൽ ഇതെല്ലാവർക്കും കൊടുക്ക്. അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ ഒരു റിസ്ട്രിക്ഷൻ കൊണ്ട്? ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മാത്രം വിശുദ്ധിയിലും വേർപാടിലും വന്ന് സ്വീകരിക്കണം എന്ന് പറയുന്നത് എന്തിനാ? എന്താ അർത്ഥം? വാട്ട്സ് എ പോയിന്റ്? വെറുതെ ബേക്കറിയിൽ നിന്ന് റൊട്ടി അല്പം വെള്ളം കഴിക്കാൻ ഇത്രമാത്രം വിശുദ്ധിയുടെ ആവശ്യമുണ്ടോ? ഇതാണ് ശരിയായിട്ടുള്ള പ്രബോധനം, ശരിയായിട്ടുള്ള പാരമ്പര്യം ഇല്ലാതെ വരുമ്പം ഉണ്ടാകുന്ന അബദ്ധമാണ്. കാരണം ഒരല്പം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഒരു പാർട്ട് മാത്രം കിട്ടിയിരിക്കുകയാണ്. ആ പാർട്ട് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇന്നലെ എന്നെ കാലിഫോർണിയ എന്നൊരാൾ വിളിച്ചു. വിനു ജോസഫ് സ്നാപയോഹന്നാൻ അതിലേക്ക് വരികയാണ്. അപ്പോ ഇന്നലെ ഒരാള് എന്നെ കാലിഫോർണിയ എന്ന് വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് വളരെ ഇച്ചിരി ക്ഷുഭിതനായിട്ടാണ് വിളിച്ചത്. ക്ഷുഭിതനായിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ ഷിബു ആണ്? ഞാൻ പറഞ്ഞു, അതെ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയ എങ്ങനെയാ? നിങ്ങൾ ഇതിന്റെ എല്ലാം അടിത്തറ ഇളക്കും, ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ ഇളക്കും. ഞാൻ പറഞ്ഞു, ഞാൻ അത്രയ്ക്ക് ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ ഒന്നും ഇളക്കില്ല. എന്താ പ്രശ്നം? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കും, നിങ്ങളുടെ പ്രസംഗം ശരിയല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങ് ചൂടാകുക. എന്നിട്ട് പറഞ്ഞു, ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? സുവിശേഷം അറിയിക്കേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? പുള്ളി വളരെ തെറ്റിദ്ധരിച്ചിരിക്കുക. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ലോകമെങ്ങും സുവിശേഷം അറിയിക്കാൻ ആരോട് പറഞ്ഞു? അപ്പോൾ പറഞ്ഞു, മഹാനിയോഗ കൽപ്പനയില്ലേ, ഗ്രേറ്റ് കമ്മീഷൻ, മത്തായിയുടെ സുവിശേഷം 28. ഞാൻ പറഞ്ഞു, ഉണ്ട്. അത് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ ആദ്യം ആരാന്ന് പറയത്തില്ല, ഫോണിൽ കൂടെ വിളിക്കുന്ന. ഞാൻ പറഞ്ഞു, എന്തായാലും പറഞ്ഞു, അച്ഛനൊന്ന് തണുത്ത് എന്നിട്ട് ശാന്തമായിട്ട് പറയും, ഇത് ആര് പറഞ്ഞു? അപ്പൊ പുള്ളി ഒന്ന് തണുത്തു. പുള്ളി പറയുകയാണ്, അത് യേശു പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആരോട് പറഞ്ഞു? ശിഷ്യന്മാരോട് പറഞ്ഞു. എന്ന് പറഞ്ഞു 2000 വർഷം മുമ്പ്. അപ്പം ഇവിടെ നിങ്ങളും ചിന്തിക്കണം, ആരോടോ എവിടെ വെച്ചോ പറഞ്ഞൊരു കൽപ്പന. ഇതാണ് സംഭവം. ആരോടോ എവിടെ വെച്ചോ പറഞ്ഞ ഒരു കൽപ്പന. കോമൺ സെൻസ്. ഞാൻ എപ്പോഴും പറയും, ഈ ലൈവ് കാണുന്നവർക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ സാധനം. അതില്ലാത്തൊരു ഇത് കണ്ടിട്ട് കാര്യമില്ല. കോമൺ സെൻസ്. ഓക്കെ, സ്റ്റാർട്ട് യൂസിങ് യുവർ കോമൺ സെൻസ്. ആരോടോ എവിടെ വെച്ചോ പറഞ്ഞു. ഇപ്പൊ നമുക്കിപ്പോ യേശുവാണ്, ശിഷ്യന്മാരാണെന്ന് അറിയാം. എങ്കിലും നിങ്ങൾ ചിന്തിക്കുക, ആരോടോ എവിടെ വെച്ചോ പറഞ്ഞു. അതാണ് യേശു ശിഷ്യന്മാരോട് യെരുശലേമിൽ വെച്ച് പറഞ്ഞു. എന്താ പറഞ്ഞു? നിങ്ങൾ ലോകത്തിൽ പോയി സുവിശേഷം പ്രസംഗിക്കും. പ്രസംഗിക്കേണ്ട സുവിശേഷം എന്താണെന്ന് അവിടെ എഴുതിയിട്ടില്ല. അത് പറഞ്ഞ യേശുവിനും അറിയാം, കേട്ട ശിഷ്യന്മാർക്കും അറിയാം.
ഇപ്പൊ 2000 വർഷങ്ങൾക്കിപ്പുറത്ത് ആ കഥ അച്ചടിച്ച ഒരു പുസ്തകം ഒരാൾ പണം കൊടുത്ത് വാങ്ങി വായിക്കുകയാണ്. ആ കഥയടിച്ച പുസ്തകം ഒരാൾക്ക് കിട്ടുമ്പോൾ അയാൾ ആ പുസ്തകം വായിച്ചിട്ട് ഇത് തന്നോടാണ് പറഞ്ഞതെന്ന് അസ്യൂം ചെയ്യാണ്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ കോമൺ സെൻസുകളെല്ലാം ചിന്തിക്കണം. അതായത് 2000 വർഷം മുമ്പ് ആ യേശു എന്ന ആള് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം ഒരു പുസ്തകത്തിൽ അച്ചടിച്ചിട്ടുണ്ട്. 2000 വർഷത്തിനിപ്പുറത്ത് ഒരാൾ ആ പുസ്തകം വാങ്ങുന്നു. പുസ്തകം വാങ്ങി വായിച്ചിട്ട് ഇതൊക്കെ തന്നോട് പറഞ്ഞതാണെന്ന് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് അയാൾ പിറ്റേ ദിവസം തൊട്ട് അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ സുവിശേഷം എന്ന ഭാവേന പ്രസംഗിക്കുന്നു. അയാൾ ആളുകളെ പിടിച്ച് വെള്ളത്തിൽ മുക്കുന്നു. അയാൾ സഭകൾ ആരംഭിക്കുന്നു. ദാറ്റ്സ് എ പോയിന്റ്. നിങ്ങൾ ഇങ്ങനെയല്ല സംഭവിച്ചതെന്ന്, അങ്ങനെയല്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയി, നിങ്ങൾ മണ്ടത്തരം പറയാണ്, ഇത് ഇങ്ങനെയല്ല സംഭവിച്ചത് എന്ന് പറയാനോ തെളിയിക്കാനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇപ്പൊ ഇവിടെ റിക്വസ്റ്റ് അയക്കാം, ഇവിടെ ജോയിൻ ചെയ്തിരുന്നിട്ട് എന്നോട് പറയാം. കൈൻഡ്ലി എഡ്യൂക്കേറ്റ് മീ. എനിക്കറിയത്തില്ല, ദയവായിട്ട് എന്നെ പഠിപ്പിച്ചു തരൂ. ഞങ്ങൾ ഇവിടെ ഓഡിയൻസിനെല്ലാം പഠിക്കാൻ സൗകര്യമാണ്, എല്ലാവർക്കും താല്പര്യമാണ്. ഇങ്ങനെയല്ല ഇത് സംഭവിച്ചത്, അങ്ങനെയല്ല സംഭവിച്ചത്. എങ്ങനെ? അതായത് 2000 വർഷം മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. മുഴുവനൊന്നും എഴുതിയിട്ടില്ല. പിന്നെ യേശു പറഞ്ഞു നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി ഇതെല്ലാവരോടും ഇത് പറഞ്ഞു. ചേട്ടാ, അത് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലേ, അത് നിങ്ങൾക്ക് എങ്ങനെ ബാധകമാകും? സഭ നടത്തുന്ന പാസ്റ്റർമാരും സഭകളിൽ പെട്ടിരിക്കുന്ന വിശ്വാസികളും ഇപ്പോ ചിന്തിക്കാൻ തുടങ്ങണം. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എങ്ങനെ നിങ്ങൾക്ക് ബാധകം? ഇതൊരു പുസ്തകം മേടിച്ച് വായിച്ച് ഇതൊക്കെ തങ്ങൾക്കാന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാലോ? നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്നുള്ളത് വളരെ സത്യം, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളുടെ ബൈബിൾ ഉണ്ട്. നിങ്ങൾ എവിടുന്നോ വില കൊടുത്തൊരു ബൈബിൾ വാങ്ങി. ആ ബൈബിളിൽ 2000 വർഷം മുമ്പ് നടന്നൊരു കഥ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളോടുള്ള കൽപ്പനയാണെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? നിങ്ങൾക്ക് എന്താണ് അത് അങ്ങനെയാണെന്ന് ചിന്തിക്കാനുള്ള? എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതിന്റെ പേര് മാനസിക രോഗം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആരോ ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, നോക്കട്ടെ. ജെഫിൻ എബ്രഹാം, റിൻസിമോൾ മാത്യു, എബ്രഹാം എം ജോൺ, 3 റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് ബൈ മിസ്റ്റേക്ക് വന്ന, അല്ലെങ്കിൽ കമന്റ് എഴുതിയാൽ മതി, ഇപ്പൊ അപ്രൂവ് ചെയ്യാം. ഈ പറഞ്ഞ പേര് 3 പേരിലുള്ള റിക്വസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന. ആരെങ്കിലും ഇത് റിയലി നിങ്ങൾ അയച്ച റിക്വസ്റ്റ് ആണെങ്കിൽ ആഡ് മീന്നൊരു കമന്റ് എഴുതുക, ഇപ്പൊ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കമന്റ് ആയിട്ടും എഴുതാം ഉത്തരം. ഇത് ഈ ലൈവ് കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ കയ്യിൽ റീച്ച് ചെയ്യുന്ന സകല പെന്തക്കോസ്തുകാരെ പിടിച്ചു നിർത്തി ചോദിക്കേണ്ട ചോദ്യമാണ്. 2000 വർഷം മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അതെങ്ങനെ നിങ്ങളോട് പറഞ്ഞു എന്ന് നിങ്ങൾ എങ്ങനെയാണ് അത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പൊ അങ്ങനെ ഡെഡ്യൂസ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഫാക്ടേഴ്സ് എന്താണ്? 2000 വർഷം മുമ്പ് യേശു പറഞ്ഞൊരു കാര്യം ഈ പുസ്തകത്തിൽ അച്ചടിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ച അച്ചായൻ കേട്ടോ, നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ അച്ചായന്റെ കിളി പോയി. അച്ചായൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ. ഞാൻ ചോദിച്ചാൽ അങ്ങനെ തന്നെ ചോദിക്കുന്നത്, ബൈബിളിൽ നിന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരിക. ഈ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ചതാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തു ഒരു സഭയെ പണിതു, ഒരു സഭയെ സ്ഥാപിച്ചു. ആ സഭയ്ക്ക് കൊടുത്ത ചുമതലയാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ആ സഭ 2000 വർഷമായിട്ട് ഭൂമിയിലുണ്ട്. ആ സഭയ്ക്ക് പുറത്ത് ആരോടും കർത്താവ് ഇത് പറഞ്ഞിട്ടില്ല. നമ്മളൊരു പുസ്തകം എവിടുന്നേലും മേടിച്ച് വായിച്ചിട്ട് ഇത് നമുക്കുള്ള കൽപ്പനയാണ് എന്ന് സ്വയം അനുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് എന്തുത്തരമാ പറയുന്നത്? അതിനൊരു ഉത്തരവും പറയാനില്ല. അതിന് ഒരു ഉത്തരവും പറയാനില്ല.
റോമാലേഖനം 10-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? റോമാലേഖനം 10:15. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പൊ പ്രസംഗിക്കണമെങ്കിൽ ആരെങ്കിലും അയക്കണം. അപ്പൊ അയക്കപ്പെടാതെയുള്ള പ്രസംഗം ഓതന്റിക് അല്ല. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയാം. അപ്പം നമ്മൾ പറയുകയാണ് ഇത് അങ്ങനെ ബൈബിളിലുണ്ട്, അതുകൊണ്ട് ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ ഒരാൾക്കൊക്കെ പ്രേരണ തോന്നുന്നു, എനിക്കും ഇതങ്ങ് നടത്തണം. എന്നിട്ട് എന്തുകൊണ്ട് ബാലരമ വായിക്കുമ്പം തോന്നുന്നില്ല, ഹാരി പോട്ടറിന്റെ കഥ വായിക്കുമ്പോൾ തോന്നുന്നില്ല? കാരണം യേശുക്രിസ്തുവിന്റെ പേരിലുള്ള സുവിശേഷവുമായി യേശുക്രിസ്തുവിന്റെ സഭ ഈ ലോകത്ത് നിലനിൽക്കുന്നു. യേശുക്രിസ്തുവിന്റെ സഭ ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ, ഒരു വിസിബിൾ സൈനായിട്ട് കർത്താവിന്റെ സഭ ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ അതിന്റെ മറവിൽ നമുക്ക് പറയാൻ പറ്റും. ഇത് കെട്ടുകഥയായിട്ട് ലോകത്തിൽ എഴുതി തള്ളാൻ പറ്റാത്തത് ഈ ചർച്ച് ഇവിടെ ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ വായാടിത്തമുള്ളത് കൊണ്ടല്ല. ഫിസിക്കൽ റിയാലിറ്റി ആയിട്ട്, ഭൗതിക യാഥാർത്ഥ്യമായിട്ട് കർത്താവ് താൻ സ്ഥാപിച്ച സഭ ഇവിടെ ഉള്ളത് കൊണ്ട്. അവർ ഈ കൂദാശയെ അതിപവിത്രമായിട്ടും പാവനമായിട്ടുമാണ് കണ്ടത്. പെന്തക്കോസ്തിയുടെ പിറ്റേ ദിവസം തിങ്കളാഴ്ച അവർ മൂറോൻ തൈലം ഉണ്ടാക്കി. ശീമോന്റെ നേതൃത്വത്തിൽ അവർ മൂറോൻ തൈലം ഉണ്ടാക്കിയത് മാമോദിസ സ്വീകരിക്കുന്നവരെ അഭിഷേകം ചെയ്യുവാനാണ്. കാരണം യഹൂദ പശ്ചാത്തലത്തിൽ വന്ന അവർ, അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. അപ്പൊ രാജകീയ പൗരോഹിത്യം, റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പൗരോഹിത്യത്തിലേക്കാണ് ഈ സ്നാപനം വഴി, മാമോദിസ വഴി ആളുകൾ ഉയർത്തപ്പെടുന്നത്. ഇന്നും ഓർത്തഡോക്സ് സഭയിൽ അല്ലെങ്കിൽ സുറിയാനി സഭയിൽ പല സ്ഥാനങ്ങളുണ്ട്. ഇപ്പം അൽമായൻ എന്ന് പറഞ്ഞാൽ സാധാരണ വിശ്വാസിയാണ്. അൽമായനുണ്ട്, പിന്നെ ഷമ്മാശനുണ്ട്, പിന്നെ കശീശ ഉണ്ട്, മേൽപ്പട്ടക്കാരുണ്ട്. അങ്ങനെ പല സ്ഥാനങ്ങളിൽ ഉള്ള പട്ടക്കാരും വിശ്വാസികളും ഒക്കെ ഉണ്ടെങ്കിലും സുറിയാൻ സഭയിൽ ഒറ്റ അഭിഷേകമേ ഉള്ളൂ. ആ അഭിഷേകം ആർക്കാണ് കൊടുക്കുന്നത്? തൈലം കൊണ്ടുള്ള ഒരഭിഷേകം. ആ അഭിഷേകം മാമോദിസയ്ക്ക് ശേഷം കൊടുക്കുന്ന അഭിഷേകമാണ് മൂറോന്റെ അഭിഷേകം. പിന്നീട് എന്ത് മേൽപ്പെട്ട സാധനമോ പട്ടമോ കിട്ടിയാലും പിന്നെ ഒരു ഫർദർ അനോയിന്റിങ് ഇല്ല, ഫർദർ ആയിട്ട് പിന്നെ ഒന്നും പൂശുന്നില്ല. നമ്മൾ വളരെ ഗ്രഹിക്കേണ്ട കാര്യമാണ്. കാരണം രാജകീയ പൗരോഹിത്യമാണ്. രാജകീയ പൗരോഹിത്യത്തിലേക്കാണ് ഓരോ വിശ്വാസിയും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അതൊരു യഹൂദ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. കാരണം പുരോഹിതനെ അഭിഷേകം ചെയ്യുമായിരുന്നു, അഹ്റോനെയും മക്കളെയും അഭിഷേകം ചെയ്യുമായിരുന്നു. തലയിൽ, ശിരസിൽ എണ്ണ പൂശി അവരെ അഭിഷേകം ചെയ്യുമായിരുന്നു. അവരുടെ ശരീരം കഴുകുമായിരുന്നു. അവരുടെ നാൾ വഴി എന്ന് പറഞ്ഞാൽ അവരുടെ വംശാവലി വായിക്കുമായിരുന്നു. വംശാവലി വായിച്ച് ഇത് ഇന്ന ഗോത്രത്തിൽ, അതായത് ലേവ്യ ഗോത്രത്തിൽ കറക്റ്റ് അവന്റെ പിതൃഭവനം ഏതാണ് എന്ന് വായിച്ചുറപ്പിച്ച് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ട് അവന്റെ ശരീരം കഴുകി അവനെ പുരോഹിതനാക്കുമ്പോൾ അവന്റെ തലയിൽ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. അതായത് ചെവി മുതൽ ചെവി വരെ റാ പോലെ ഒരു അഭിഷേക തൈലം അവന്റെ തലയിൽ പൂശും. അപ്പൊ ഇങ്ങനെയാണ് പൗരോഹിത്യത്തിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ വന്നപ്പം ഓരോ വിശ്വാസികളും ആ പൗരോഹിത്യത്തിലേക്കാണ് ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് അഹ്റോനെയും മക്കളെയും പൂശുവാൻ തൈലമുണ്ടാക്കിയതുപോലെ ഇവർ മാമോദിസാനന്തരം പൂശുവാനുള്ള തൈലം പെന്തക്കോസ്തിക്ക് ശേഷം തിങ്കളാഴ്ച ഉണ്ടാക്കി. ചൊവ്വാഴ്ച അവർ ബലിപീഠം തയ്യാറാക്കി. ബുധനാഴ്ച അവർ കർത്താവിന്റെ അമ്മ ദൈവമാതാവായ പരിശുദ്ധ മറിയത്തെ മാമോദിസ കൊടുത്തു. ആ ബുധനാഴ്ച അവർ ആദ്യമായി യാക്കോബ് ശ്ലീഹ എഴുതിയ തക്സാപ്രകാരം പരിശുദ്ധ കുർബാന അർപ്പിച്ചു.
ഇതാണ് സഭയുടെ ചരിത്രം, ഇതാണ് അതിന്റെ പാരമ്പര്യം. ഈ മൂറോൻ തൈലം ഇവരുണ്ടാക്കുന്നത് കർത്താവിന്റെ ശരീരത്തിൽ വെച്ച് കെട്ടിയിരുന്ന 100 റാത്തൽ സുഗന്ധദ്രവ്യം എടുത്തിട്ടാണ്. കർത്താവിന്റെ കല്ലറയിൽ നിന്ന് കിട്ടിയ ആ 100 റാത്തൽ സുഗന്ധദ്രവ്യം അത് തന്റെ മുറിവുകളേറ്റ ശരീരം, ഉഴവുചാലുകൾ പോലെ കീറപ്പെട്ട ശരീരം, ആ ശരീരത്തിൽ പൊതിഞ്ഞു വെച്ച മൂറോൻ തൈലമാണ് എടുത്തത്. ആ മുറിവുകളിൽ മുറിവുകളിൽ നിന്ന് പുറപ്പെട്ട രക്തം ഈ മൂറോൻ തൈലത്തിൽ കലർന്നിരുന്നു. കാരണം ഈ 100 റാത്തൽ സുഗന്ധദ്രവ്യം പൂർണ്ണമായിട്ടും ഈ മൂറോനുമായിട്ട് ചേർന്ന്, അതുകൊണ്ട് യേശുവിന്റെ രക്തത്തിന്റെ അംശമുള്ള മൂറോൻ തൈലമാണ് ഉണ്ടാക്കിയത്, അതാണ് പൂശിയത്. അന്ന് തൊട്ടിന്ന് വരെയും സഭ ഏറ്റവും തങ്ങളുടെ പ്രാണൻ നഷ്ടപ്പെട്ടപ്പോഴും മൂറോൻ നഷ്ടപ്പെടാതെ സൂക്ഷിച്ച പാരമ്പര്യമാണ് ആദിമസഭയ്ക്കുള്ളത്. അത്രമാത്രം പവിത്രവും ശ്രേഷ്ഠവും വിശുദ്ധവും അതിപ്രധാനമുള്ളതുമായിട്ട് മാമോദിസ എന്ന ശുശ്രൂഷയെ കണ്ടു. അതുകൊണ്ട് മാമോദിസായുടെ റൂഷ്മായാൽ മുദ്ര കുത്തപ്പെട്ടു എന്ന് പറയുമ്പം അതാണ് അത്രമാത്രം ശ്രേഷ്ഠമായി ആ സഭയോടാണ് യോജിക്കുന്നത്. അങ്ങനെ ആ സഭയോട് യോജിച്ച ആ ചാരിത്രിക സഭയോട്, ആ ഹിസ്റ്റോറിക്കൽ ചർച്ചിനോട് ഏറ്റവും യുക്തമായ വിധത്തിൽ ദൈവശാസ്ത്രപരമായ നിലയ്ക്ക് നടന്ന മാമോദിസായിലൂടെ സംയോജിക്കപ്പെട്ടവരെയാണ് ഇവരെ വാക്യങ്ങൾ വളച്ചൊടിച്ച് ആകർഷിക്കുന്നത്. അതുകൊണ്ട് അവന്റെ ആ മൂറോൻ തൈലത്തിൽ നിന്ന് ആണ് നമ്മൾ കേട്ട നിൻമുറിവുകളിൽ നിന്നേറ്റൻ മൂറോൻ മണമൻ നാഥ. സുറിയാനി സഭയിൽ പെട്ടിരിക്കുന്ന ആളുകൾ അതിന്റെ മൂല്യം മനസ്സിലാക്കണം. അതിനാണ് ഞാനിത് പറയുന്നത്. പക്ഷെ അറിയാവുന്നവർക്ക് ഇത് റിപ്പീറ്റേഷനായിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ മൂറോന്റെ തൈലം എന്ന് പറയുമ്പോൾ അതെവിടെ പോയി നിൽക്കുന്നെന്ന് മനസ്സിലാക്കണം. 2000 വർഷമായി ആ തൈലത്തിൽ നിന്ന് തൈലം പകർന്ന് ഏർലി ചർച്ചിലെ നമ്മൾ സഭയുടെ സുറിയാനി സഭയുടെ ചരിത്രമൊക്കെ പഠിച്ചു പോകുമ്പോൾ ഈ മൂറോൻ തൈലം സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കളഞ്ഞവരുടെയൊക്കെ ചരിത്രമുണ്ട്. കാരണം അക്രമികൾ ഈ പള്ളി തകർക്കുന്ന സമയത്ത് ജീവൻ നഷ്ടപ്പെട്ടാലും മൂറോൻ നഷ്ടപ്പെടരുതെന്ന് പറഞ്ഞ് ആ മൂറോനെ സേഫ് ആക്കുന്നത്. അങ്ങനെ സേഫ് ആക്കി വെച്ച ആ മൂറോനാണ്, അതായത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വെരിയോൺ ബ്ലഡ് മിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്ന തൈലമാണ് പരിശുദ്ധ മൂറോൻ. മാമോദിസയ്ക്ക് ശേഷം ആ മൂറോന്റെ റൂഷ്മായാൽ മുദ്ര കുത്തപ്പെട്ടവരാണ് സുറിയാനി സഭയിലെ വിശ്വാസികൾ. അവിടെ നിന്നാണ് ഈ വിളിച്ചോണ്ട് പോകുന്നത്. ഞാനും പോയതാട്ടോ, അത് ഞാൻ മിടുക്കനൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞിട്ടാണ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഇവര് പറയുന്ന അബദ്ധമാണ്. ഒരു കാര്യത്തിലും വേദപുസ്തകപ്രകാരമോ ദൈവശാസ്ത്രപരമോ ചരിത്രപരമോ ആയ യാതൊരു പിൻബലവും അവരുടെ വാദങ്ങൾക്കില്ല. ചരിത്രപരമായ അബദ്ധമാണ്, വേദപുസ്തകപരമായ അബദ്ധമാണ്, ദൈവശാസ്ത്രപരമായ ഒരു ബ്ലണ്ടറാണ്. എത്ര തെളിവുകളാണ് നമ്മൾ പറഞ്ഞത്.
പിന്നെ ഇവിടെ പറഞ്ഞ നമ്മുടെ വിനു ജോസഫ് എഴുതിയിരുന്ന പോയിന്റ്, ഗർഭത്തിൽ വെച്ച് തന്നെ യോഹന്നാൻ ശ്ലീഹ യേശു കർത്താവിന്റെ സാന്നിധ്യം പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിലുണ്ടെന്ന് മനസ്സിലാക്കി ആ ഗർഭത്തിൽ തുള്ളിച്ചാടുകയാണ്. എലിശബ പറയാണ്, നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ തുള്ളിച്ചാടി എന്ന് പറഞ്ഞാൽ ആ ഗർഭസ്ഥ ശിശു പോലും പ്രസാദവരം സ്വീകരിക്കുകയാണ്. അപ്പൊ ഗർഭസ്ഥ ശിശു ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, യേശുവിന്റെ സാന്നിധ്യത്തിൽ തുള്ളിച്ചാടുവാൻ ആ കുഞ്ഞിന് കഴിഞ്ഞെങ്കിൽ ഈ ശിശുവിനെ മാമോദിസ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? പൗലുസ്ലീഹ പറയാണ്, നിങ്ങളുടെ ഒരാളുടെ വിശ്വാസ നിമിത്തം 1 കൊരിന്ത്യർ 7:14 അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാൾ വിശ്വാസിയാണെങ്കിൽ ആ ആളുടെ വിശ്വാസ നിമിത്തം മക്കൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ മാതാപിതാക്കൾ വിശ്വാസികളാണെങ്കിൽ ആ മക്കൾ വിശുദ്ധരാണ്. അവരെ കർത്താവിന്റെ സഭയിൽ നിന്ന് അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ സഭയോട് അവരെ യോജിപ്പിക്കാം, കർത്താവിനോട് ചേരാം, അവരെ ചേർക്കാം. അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല, അവരെ ലോകത്തിൽ വളർത്തേണ്ട ആവശ്യമില്ല. ഇത് കർത്താവിന്റെ സഭയിൽ ചേരാത്തവർ ലോകത്തിലാണ്. 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന്, they belong to the church, belong to the body of Christ. ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ളവർ, അല്ലാത്തവർ ലോകത്തിൽ. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ചേർക്കുന്നത് മാമോദിസായിലൂടെയാണ്. മാമോദിസായിലൂടെ ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർന്നില്ലെങ്കിൽ അവർ ലോകത്തിലാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ ലോകത്തിലിട്ട് വളർത്തുകയാണ്. നിങ്ങൾ എത്ര അപകടത്തിലാണ് വീണിരിക്കുന്നവർക്ക് എത്രയും വേഗം അടിയന്തരമായിട്ട്. ഇന്നലെ രാത്രി കുവൈറ്റിൽ നിന്നൊരു ഫാമിലി എന്നെ വിളിച്ചു, പെന്റക്കോസ് ഫാമിലിയാണ്, വിളിച്ചു. 2 വയസ്സ് പ്രായമുള്ള അവരുടെ കുഞ്ഞുമായിട്ട് ഈ 15-ാം തീയതി ജൂലൈ 15-ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവർ നാട്ടിലേക്ക് പോകുന്നു. പിന്നെ തൃപ്പൂണിത്തുറയാണ് അവരുടെ വീട്. അവർ മാമോദിസ നടത്താൻ പോകുന്നു. നമ്മുടെ ലൈവ് വീഡിയോയുടെ ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. സോ അമേസിങ്. ഇപ്പോൾ തന്നെ അനേക ഫാമിലികൾ റീജോയിൻ ചെയ്യുവാൻ, ബാപ്റ്റിസം കൊടുക്കുവാൻ, മാമോദിസ കൊടുക്കാനൊക്കെ തീരുമാനമെടുത്ത് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് സൈൻ. അതുപോലെ ഒരു 500-ലധികം മെസ്സേജുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് മുഴുവൻ ആളുകൾ പറഞ്ഞിരിക്കുന്നത് നൗ ഐ ക്യാൻ ലവ് പീപ്പിൾ. ഹൃദയത്തിന്റെ ബന്ധനങ്ങൾ, മുൻവിധികൾ ഒക്കെ മാറി. എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് തോന്നിയത് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയൊരു മെയിലാണ്. അതിൽ പറയാണ്, 7 വർഷമായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് താമസിക്കുക. എന്റെ ഓപ്പോസിറ്റുള്ള അപ്പാർട്ട്മെന്റുകാരനോട് ഞാൻ ഇന്നുവരെ മിണ്ടിയിട്ടില്ല. പാസ്റ്ററുടെ ലൈവ് കണ്ടു, ഞാൻ അദ്ദേഹത്തോട് പോയി മിണ്ടി. അവരെ ഫാമിലി ആയിട്ട് ഡിന്നറിന് ഇന്ന് എന്റെ വീട്ടിലോട്ട് ക്ഷണിച്ചിരിക്കുന്നു. കാരണം മതം വേറെയാണെന്ന്, വിശ്വാസം വേറെയാണെന്ന് കരുതി മനുഷ്യരെ സ്നേഹിക്കുന്നതിൽ നിന്ന് വേർപാടിന്റെ പേര് പറഞ്ഞ് ആളുകളെ മാറ്റി നിർത്തിയിരിക്കുന്ന വേർപാടിന്റെ നടുച്ചുവരികൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ഗ്ലോറിയസ് ഗോസ്പൽ, there is only one sun in the sky. ആകാശത്ത് ഒരു സൂര്യനെ മാത്രം ദൈവം വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ഒരു മുസ്ലിം സൂര്യൻ, ഒരു ഹിന്ദു സൂര്യൻ, ഒരു ക്രിസ്ത്യൻ സൂര്യൻ, അങ്ങനെ പല സൂര്യനുകളില്ല. ഒറ്റ സൂര്യൻ മാത്രമാണ് ആകാശത്ത് ദൈവം നിർത്തിയിരിക്കുന്നത്. സോ സാൽവേഷൻ, ഇറ്റ് ഈസ് ഫ്രീ ആൻഡ് ഇറ്റ് ഈസ് ഫോർ ഓൾ. അത് സൗജന്യമാണ്, അത് സാർവത്രികമാണ്. ദൈവം മനുഷ്യർക്ക് എന്തെല്ലാം കൊടുക്കുന്നോ, ദൈവമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സൗജന്യമായിരിക്കും. ഒരിക്കലും ഗോഡ് നെവർ സെന്റ് എനി ബിൽ ടു എനിവൺ. ജനിച്ചപ്പോൾ മുതൽ നമ്മൾ ഓക്സിജൻ വലിക്കുന്നു. ദൈവം ഇന്നുവരെ ബില്ല് അയച്ചിട്ടില്ല ആർക്കും. അംബാനിക്ക് അയച്ചിട്ടില്ല, ബിൽഗേറ്റ്സിന് അയച്ചിട്ടില്ല. എന്നാൽ പണം ഉണ്ടല്ലോ, അവൻ കുറച്ച് പണം കൊടുക്കട്ടെ എന്ന് കരുതിയില്ല. ദരിദ്രനെയും ധനികനെയും ഒരുപോലെ കാണുന്ന, വിത്ത് നോ ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനവുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവം, എല്ലാം എന്ന് പറഞ്ഞാൽ ദൈവമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സൗജന്യമായിരിക്കും. ദൈവമാണോ തന്നത്, ദൈവമല്ലയോ തന്നത്? നിങ്ങൾ ചിന്തിക്ക്. ദൈവമാണെങ്കിൽ അത് ടോട്ടലി ഫ്രീ ആയിരിക്കും. അത് ഫ്രീ ആയിരിക്കും. സൂര്യപ്രകാശം സൗജന്യമാണ്. പക്ഷെ നമ്മൾ നോക്ക്, മനുഷ്യൻ നമുക്ക് ഒരല്പം കറണ്ട് തരണം, ഒരു ലൈറ്റ് ഇടണമെങ്കിൽ തന്നെ ബില്ല് വരും. സൂര്യന്റെ വെളിച്ചത്തിന്റെ 1000-ലൊരംശം വെളിച്ചമില്ല, കോടിയിലൊരംശം വെളിച്ചമില്ല. പക്ഷെ നമ്മളിപ്പോ ബില്ല് കൊടുത്തേ പറ്റൂ. കാരണം മനുഷ്യൻ തരുമ്പോ അതിന് ബില്ല് വരും, പക്ഷെ അതിന് കുറവുണ്ട്. പക്ഷെ ദൈവം തരുമ്പോ അത് സൗജന്യമാണ്, അത് പെർഫെക്റ്റ് ആണ്, അത് സാർവത്രികമാണ്. ഒരു AC റൂമിൽ ഇരിക്കുകയാണ്, നമ്മൾ ആ AC-യുടെ കാറ്റടിച്ചിരിക്കുക, എത്ര രൂപ? പക്ഷെ നമ്മൾ പുറത്തോട്ട് നോക്കി കടൽ തീരത്ത് പോയി കാറ്റടിച്ചാൽ ഫ്രീ ആണ്. അപ്പൊ ദൈവം നമുക്ക് തരുന്ന കാറ്റ്, ദൈവം നമുക്ക് വരുന്ന വെളിച്ചം, ദൈവം നമുക്ക് തരുന്ന വായു, ദൈവം നമുക്ക് തരുന്ന പ്രകാശം. ഇപ്പൊ സൂര്യപ്രകാശം, കാറ്റ്, വെളിച്ചം, മഴ,
ദൈവം നമുക്ക് തരുന്ന ഒരു കുപ്പി വെള്ളത്തിന് രൂപ എത്രയാ? ഒരു കുപ്പി വെള്ളം മേടിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. ദൈവം തരുന്ന മഴയ്ക്കോ നോ ബിൽ. അപ്പൊ ഇതാണ് മതം. ദൈവം സൗജന്യമായി പെയ്യിക്കുന്ന മഴയെ മതം കുപ്പിയിലാക്കും, എന്നിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കും. മതം സെല്ല് ചെയ്യും. നമ്മൾ മതം സെല്ല് ചെയ്യുന്ന കുപ്പിവെള്ളം മേടിക്കും. ദൈവം പെയ്യിക്കുന്ന മഴയിൽ ഇറങ്ങി നിന്ന് കുതിരത്തില്ല. മതം നമുക്ക് തരുന്ന ടോർച്ച് ലൈറ്റ് വാങ്ങി അടിച്ചു നോക്കും. ദൈവം കത്തിച്ചു നിർത്തിയിരിക്കുന്ന സൂര്യനെ കാണുന്നില്ല. മതം നമുക്ക് തരുന്ന ചെറിയ ഹാൻഡി ഫാൻ ഉണ്ട്. ആ ഫാൻ ഓൺ ചെയ്ത് നമ്മൾ കുറേശ്ശെ കാറ്റ് കൊള്ളും. ദൈവം നമുക്ക് വേണ്ടി അടുപ്പിക്കുന്ന കുളിർ തന്നൽ നമ്മൾ അനുഭവിക്കുന്നില്ല. അപ്പൊ ദൈവം എന്തെല്ലാം തരുന്നോ അതെല്ലാം സാർവത്രികമായിരിക്കും, അതെല്ലാം സൗജന്യമായിരിക്കും, അത് വിവേചനം കൂടാതെ തരുന്നതായിരിക്കും. ദൈവം തന്റെ പുത്രനെ മനുഷ്യന് വേണ്ടി നൽകി. ഫോർ ഗോഡ് so loved the world and he gave his only begotten son. ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തന്റെ പുത്രനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നു. നമുക്കെല്ലാവർക്കും തന്നെ, ക്രിസ്ത്യാനികൾക്കല്ല. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പാഴ്സികൾക്കും ജൈനന്മാർക്കും സ്വരാഷ്ട്രർക്കും മതരഹിതർക്കും അനിമിസ്റ്റുകൾക്കും ആദിവാസികൾക്കും ലോകത്തുള്ള സകല വിഭാഗത്തിൽപ്പെട്ടവർക്കും മനുഷ്യനായി ജനിച്ച സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവം തന്റെ പുത്രനെ എല്ലാവർക്കും വേണ്ടി കൊടുത്തിരിക്കുന്നു. ദിസ് ഈസ് ഗോസ്പൽ. ദിസ് ഈസ് ഗോസ്പൽ. എല്ലാവർക്കും വേണ്ടി. ഒരു കമന്റ് വായിച്ചോട്ടെ. പലരും കമന്റ് എഴുതുന്നുണ്ട്. എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട്? വിട്ടുപോയതിനെ ഓർത്ത് ദുഃഖിക്കുന്നുവെങ്കിൽ തിരിച്ചു എന്നാൽ അവർ ചേർക്കില്ലേ? പേടിയേക്കൽ അച്ചായ, ഉമ്മൻ കൊച്ചുമ്മൻ, എന്നെ ഓർത്ത് വിലപിക്കണ്ട ഉമ്മൻ കൊച്ചുമ്മൻ. ഞാൻ തിരിച്ചു പോണേ തിരിച്ചു പോക്കോളാം, ഇവിടെ നിൽക്കണം നിന്നോളാം. ഉമ്മന്റെ പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനിവിടെ ഒരു ചർച്ച ഓപ്പൺ ചെയ്യാണ്. ഉമ്മൻ കൊച്ചുമ്മൻ, നിങ്ങൾ ബ്രദറുകാരാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ബ്രദറിലെ കള്ളനാണയമാണെന്ന് ഒരു കമന്റിൽ ഞാൻ കണ്ടിരുന്നു. ബ്രദറിൽ ധാർമ്മിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആള് ആണെന്ന് കഴിഞ്ഞ ദിവസം ES തോമസ് ഒക്കെ എഴുതിയിരിക്കുന്നുണ്ട്. ആരുമായിക്കോട്ടെ, ഹൂവർ യു ആർ, ഐ ഡോണ്ട് കെയർ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം തെറ്റാണ് തെളിയിക്കാനാണെങ്കിൽ ഈ ലൈവിൽ ഇവിടെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് പ്രാപ്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത മൂപ്പനെയോ പാസ്റ്ററെയോ വിളിച്ചുകൊണ്ട് വരാം, ഇവിടെ ജോയിൻ ചെയ്യിക്കാം. ഓപ്പൺ ഡിസ്കഷൻ ആണ്. കാരണം ഇനി ആളുകളെ വഞ്ചിക്കാൻ പറ്റത്തില്ല. പൊതുജന വഞ്ചന നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പെന്തക്കോസ്തു വിഭാഗത്തിന്റെ ഉപദേശം കൂടുതൽ കൃത്യമാണെന്ന ധാരണയിൽ, തെറ്റിദ്ധാരണയിലാണ് ക്രൈസ്തവർ, മലയാളി ക്രൈസ്തവർ മുഴുവൻ നിൽക്കുന്നത്. സൂക്ഷ്മമായി ദൈവവചനം കൃത്യമായി വിശ്വസിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഗ്രൂപ്പ് പെന്തക്കോസ്താണെന്നല്ല, ഇത് കൾട്ടാണ്. ഇതൊരു കൾട്ടാണ്. ഇതിന് ബോധവൽക്കരിക്കുന്ന ഒരു ദൗത്യത്തിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്. അതാണ് ഈ ഫേസ്ബുക്ക് ലൈവ് വീഡിയോയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻ കൊച്ചുമ്മൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ബുദ്ധിമുട്ട് താങ്കൾക്ക് വന്നെങ്കിൽ അതും ക്ഷമിക്കുക. പക്ഷെ ഇത് നിർത്താൻ ഉദ്ദേശമില്ല, ഇത് തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ വന്ന് ഇവിടെ ഓപ്പൺ ഡിസ്കഷൻ ഇൻവിറ്റേഷൻ തന്നിരിക്കുകയാണ്. ഓപ്പൺ ടു ഓൾ, എനിവൻ ക്യാൻ ജോയിൻ. നിങ്ങൾ 900 ബൈബിൾ കോളേജ് ഉണ്ടാക്കി ആളുകളെ പഠിപ്പിക്കുന്നില്ല, പിന്നെ ഇവിടെ എന്നൊക്കെ 2 മറുപടി പറ. ഉമ്മച്ചൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ. അപ്പൊ ഇത് കള്ളത്തരമാണ്. ചുമ്മാ കള്ളത്തരാന്ന് പറയല്ല, തെളിവ് സഹിതമാ പറഞ്ഞുകൊണ്ടിരിക്കും. തട്ടിപ്പാണ്. അപ്പൊ ദൈവം സൗജന്യമായി കൊടുത്ത ഈ രക്ഷയെ, ദൈവം തന്റെ പുത്രനിലൂടെ നൽകിയ ഈ പ്രസാദവരങ്ങളെ ഇവർ കുപ്പിയിലാക്കി വിൽക്കുന്നു. കച്ചവട സാധ്യത കണ്ടു. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കർത്താവിന്റെ സഭ, കർത്താവ് സ്ഥാപിച്ച സഭയാണ്. അത് ഓതന്റിക് ചർച്ചാണ്. അത് അന്ന് തൊട്ട് ഇന്ന് വരെ നിലനിൽക്കുന്നതാണ്. ഇടയ്ക്ക് ബൈബിൾ വായിച്ചിട്ട് ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള IRDP സ്കീമിന്റെ ഹാൻഡ് ബുക്ക് അല്ല ബൈബിൾ എന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്ന് പറയും, പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽ പദ്ധതി, അതിനുവേണ്ടിയുള്ള ഒരു കൈപ്പുസ്തകമല്ല ബൈബിൾ. ഇത് വായിച്ചിട്ട് നിങ്ങൾ സഭ തുടങ്ങുക, വരിക്കാരെ ചേർക്കുക, പണം പിരിക്കുക,
അങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു പരിപാടിയല്ല. അതിനുവേണ്ടിയല്ല കർത്താവായ യേശു കുരിശിൽ മരിച്ചത്. അതിനുവേണ്ടിയല്ല ഈ ബൈബിൾ ക്രോഡീകരിച്ചത്, പരിശുദ്ധ സഭ ബൈബിൾ ക്രോഡീകരിച്ചത്. അത് മനസ്സിലാക്കുക. അപ്പൊ ഈ പറഞ്ഞത് പഴയ നിയമത്തിൽ ഈ പുരോഹിതന്മാരെ തൈലം തൂക്കുന്നത് പോലെ ഓരോ വിശ്വാസികളെയും തൈലം പൂശി രാജകീയ പൗരോഹിത്യത്തിലേക്കാണ് സഭ കൈപിടിച്ചുയർത്തിയത്. ആ രാജകീയ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തുവാൻ ഉപയോഗിച്ച മൂറോൻ തൈലം നമ്മുടെ കർത്താവിന്റെ രക്തത്തിന്റെ അംശമുള്ള അതിവിശിഷ്ടമായ തൈലമാണ്. അത് സന്ദർഭവശാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അടുത്തൊരു വാദം നിങ്ങൾ കേൾക്കാൻ പോകുന്ന വാദം, ഈ കർത്താവായ യേശു സ്നാനപ്പെട്ടത് 30 വയസ്സായപ്പോഴാണ്. കർത്താവായ യേശു സ്നാനപ്പെട്ടത് 30 വയസ്സായപ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ 30 വയസ്സായി കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞ് വേണം സ്നാനപ്പെടാൻ. കർത്താവായ യേശു സ്നാനപ്പെട്ട എന്തിനാ? കർത്താവായ യേശു സ്നാനപ്പെട്ടത്, നമ്മൾ സ്നാനപ്പെടുന്നത് കർത്താവിനോട് ചേരാൻ. കർത്താവ് സ്നാനപ്പെട്ടത് നമ്മോട് ചേരാൻ. എന്ന് പറഞ്ഞാൽ പാപികളായ ദോഷികളായ ആളുകളുടെ മാനസാന്തര സ്നാനം, പാപികളായ ദോഷികളായ ആളുകളുടെ മാനസാന്തര സ്നാനം യോർദാനിൽ യോഹന്നാൻ നടത്തിക്കൊണ്ടിരിക്കുമ്പം അവരിൽ ഒരാളായിട്ട് ആ വരിയിൽ നിന്ന്, ആ ലൈനിൽ നിന്ന് ചെല്ലുകയാണ്. യേശുവിനെ കണ്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞു, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം, പിന്നെ നീ ഇങ്ങനെ വരുന്ന എന്തിന്? ടു ഐഡന്റിഫൈ വിത്ത് സിന്നേഴ്സ്, ടു ഐഡന്റിഫൈ വിത്ത് ഓൾ ഹ്യൂമൻ ബീയിങ്സ്. ഈ മനുഷ്യരോട് താതാത്മ്യപ്പെടാൻ, മനുഷ്യരിൽ ഒരാളായി സ്വർഗത്തിന്റെ മഹിമ വിട്ട്, ദൈവത്തോടുള്ള സമത്വം വിട്ട്, ദൂതന്മാരുടെ ആരാധന വിട്ട്, എല്ലാ മഹത്വവും വിട്ട് ഈ താഴ്ന്ന ലോകത്തേക്ക് വന്ന കർത്താവ് മനുഷ്യരോട് ചേരുവാൻ സ്നാനപ്പെടുന്നു. നമ്മൾ സ്നാനപ്പെടുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രിസ്തു സ്നാനപ്പെട്ടത് നമ്മോട് ചേരുവാൻ. രണ്ടാമത്, ആ യോർദാനിൽ സ്നാനം നടക്കുമ്പോൾ ഇസ്രായേൽ യോർദാൻ കടക്കുമ്പോൾ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലുകൾ അടുക്കി വെച്ചത് യോർദാന്റെ അടിത്തട്ടിൽ നിരത്തിയിട്ടിരുന്നു. ഇപ്പോൾ ആ കല്ലുകൾ കാണാം, 12 കല്ലുകൾ. അതുകൊണ്ടാണ് തന്റെ അടുത്ത് സ്നാനമേൽക്കാൻ വന്ന ആളുകളെ നോക്കി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, നിങ്ങൾ അബ്രഹാത്തിന്റെ മക്കൾ എന്നതിൽ അഹന്ത വെച്ചു പുലർത്തുന്നുവോ? അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉൽപ്പാദിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ആ 12 കല്ലുകൾ കിടപ്പുണ്ട്. അതിനിപ്പുറത്താണ് ഞാൻ പറഞ്ഞത് ആദാമിന്റെ ശാപഗ്രസ്തമായ കല്ല് കടന്നത്. ആദാമിന്റെ ശാപഗ്രസ്തമായ കല്ല് കടന്നത്. ആ ശാപഗ്രസ്തമായ കല്ലിലാണ് സ്നാനാനന്തരം നമ്മുടെ കർത്താവ് കയറി നിന്നത്. ആ കല്ലാണ് അപ്പോൾ ഉരുകി മാറിപ്പോയത്. അവിടെയാണ് മനുഷ്യവർഗത്തിന്റെ വിമോചനം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ദനഹ പെരുന്നാളായി ആഘോഷിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ ചില ആളുകൾ ഇതൊക്കെ ബൈബിളിലുണ്ടോ? അപ്പൊ ബൈബിൾ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തോണ്ടാ ന്യൂ ടെസ്റ്റ്മെന്റ് റൈറ്റിംഗ്സ് കാനോനൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോസ്തോലിക് റൈറ്റിംഗ്സും അപ്പോസ്തലന്മാരുടെ ക്ലോസ് അസോസിയേറ്റ്സ് എഴുതിയത് മാത്രം മാറ്റിവെച്ചതാണ്. അതാണ് പിന്നീട് ഈ ബൈബിൾ എന്ന പേരിൽ ബൈബിളിനോടൊപ്പം വന്നത്. ബാക്കി റൈറ്റിംഗ്സ് ധാരാളം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച എന്നെ റാന്നിയിൽ നിന്ന്, റാന്നി സെന്റ് തോമസ് കോളേജിൽ ഒരു റിട്ടയർഡ് പ്രൊഫസർ വിളിച്ചു. അദ്ദേഹം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് തൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രളയത്തിന് തൻ്റെ വീട്ടിൽ വെള്ളം കയറി അതെല്ലാം നഷ്ടപ്പെട്ടു. പഴയ പത്ര കട്ടിങ്ങുകൾ, പഴയ ബുക്കുകളിൽ നിന്നെടുത്ത ഫോട്ടോ കോപ്പികൾ, അങ്ങനെ ഒരുപാട് രേഖകൾ. ജീവൻ രക്ഷിക്കാൻ പോകുന്നു, രേഖ രക്ഷിക്കാൻ പോകുന്നു. ഈ ആധുനിക 21ാം നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യമാണ്. അതുപോലെ സഭയുടെ ഡോക്യുമെന്റ്സ്, രേഖകൾ, എഴുത്തുകൾ, കത്തുകൾ ഒരുപാട് നഷ്ടപ്പെട്ടു. കാരണം അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട ആദിമ സഭയിൽ രേഖകൾ, ആ പീഡനങ്ങളെയും ഒക്കെ അതിജീവിച്ച്, ടൈമിനെ അതിജീവിച്ച് പാസ് ചെയ്തു വന്ന റൈറ്റിംഗ്സ് ആണ് ഇന്നുള്ളത്. സഭാപിതാക്കന്മാരുടെ കത്തുകളും ഒക്കെ ഉള്ളത്. പക്ഷേ നഷ്ടപ്പെടാതെ ഉള്ളത് ഒന്നുണ്ട്, പാരമ്പര്യം. അത് ഓറൽ ട്രഡിഷൻ നഷ്ടപ്പെട്ടില്ല. റൈറ്റിംഗ്സ് പലതും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രേഖയുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറയേണ്ടി വരുന്നത്. കാരണം ബൈബിൾ തന്നെ പൂർണ്ണമാണെന്നൊക്കെ ഇവിടെ വാദിക്കുന്നവരുണ്ട്. ബൈബിളിൽ തന്നെ കൊലാസ്യ ലേഖനത്തിലുണ്ട്, ലവോദിക്കയിലേക്ക് എഴുതിയ ലേഖനം നിങ്ങൾ മേടിച്ച് വായിക്കണം, ഈ ലേഖനം നിങ്ങൾ ലവോദിക്കക്കാർക്ക് വായിക്കാൻ കൊടുക്കണം.
പക്ഷെ ലവോദിക്ക ലേഖനം എന്നൊരു ലേഖനം നിങ്ങൾക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുകയില്ല. അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 3ാമത്തെ ലേഖനമാണത്. 2ാമതൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1, 2, 3 ലേഖനമാണ് എഴുതിയത്. 3ാം ലേഖനമാണ് നമ്മുടെ ബൈബിളിൽ 2ാം ലേഖനം എന്ന് പറഞ്ഞ് ചേർത്തിരിക്കുന്നത്. 2ാം ലേഖനം മിസ്സിങ്. അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ സഭയുടെ പാരമ്പര്യം അതേപടി നിലനിൽക്കുന്നുണ്ട്. അത് വാമൊഴി പാരമ്പര്യമാണ്. ആ വാമൊഴി പാരമ്പര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കർത്താവായ യേശു സ്നാനപ്പെടാൻ ഇറങ്ങി നിൽക്കുന്നതിന്റെ മറ്റൊരു ഉദ്ദേശം, ആ പൗരോഹിത്യം ഏതാണ്? ലേവ്യ പൗരോഹിത്യം. ആദ്യാചാര്യത്വം കൈക്കൊണ്ടു അഹറോൻ മൂശയോടൊന്നിച്ച് ആദ്യാചാര്യത്വം കൈക്കൊണ്ടു അഹറോൻ മൂശയോടൊന്നിച്ച് സ്കറിയായ്ക്കതു നൽകി മൂശ സ്കറിയ യോഹന്നാനേകി യോഹന്നാൻ കർത്താവിന് കൊടുത്തു. ഇത് സംസാരിക്കുമ്പോൾ അവൻ മറ്റൊരു ഗോത്രത്തിൽ നിന്നുള്ളവൻ, യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് സ്പഷ്ടം. എബ്രായ ലേഖനമാണ്. അതായത് യേശു കർത്താവ് യഹൂദ ഗോത്രത്തിൽ നിന്നുള്ളവനാണ്. അപ്പൊ ലേവ്യ ഗോത്രത്തിലുള്ള സ്കറിയായുടെ മകൻ ആയ യോഹന്നാൻ, അവന്റെ അടുത്ത് നിന്ന് പൗരോഹിത്യം യഹൂദ ഗോത്രത്തിലുള്ള യേശു വാങ്ങുക എന്നുള്ളത് അസാധ്യമാണ്, അസംഭവ്യമാണ്, അചിന്തനീയമാണ്. അതുകൊണ്ട് ഈ പാട്ട് തെറ്റാണ്, ഈ ട്രാൻസ്ഫർ തെറ്റാണ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിന്റെ ശേഷം ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 16:16. The law and prophets were only until John the Baptist. അപ്പൊ ജോൺ ദ ബാപ്റ്റിസ്റ്റ് വരെയാണ്. അപ്പൊ ന്യായപ്രമാണവും പൗരോഹിത്യവും അവിടെ അവസാനിക്കുമ്പോൾ ഈ അഹറോന്യ പൗരോഹിത്യം യേശു കർത്താവിനെ യോഹന്നാൻ യോർദാനിൽ വെച്ച് തിരിച്ചേൽപ്പിക്കുകയാണ്. അല്ല, ആരിൽ നിന്ന് ആ പൗരോഹിത്യം തന്റെ ഗോത്രം വാങ്ങിയോ ആ ദാതാവിങ്കിലേക്ക് ആ പൗരോഹിത്യത്തെ തിരിച്ചു കൊടുത്തു എന്നാണ് അതിന്റെ സാരം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു പുരോഹിതനായിട്ട് അഹറോന്യ ഗോത്രത്തിൽ ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ ആദ്യം അവന്റെ വംശാവലി രേഖ പരിശോധിച്ച് ഇവൻ യഹൂദ ഗോത്രത്തിൽ തന്നെ ഉള്ളവനാണെന്നും അവന്റെ അപ്പൻ ആരാണെന്നും അവന്റെ ഗോത്രം ഏതാണെന്നും ഉറപ്പുവരുത്തും. രണ്ടാമത് അവന് ജലത്തിൽ അവനെ കഴുകി വിശുദ്ധീകരിക്കും, ശുദ്ധീകരണം. മൂന്നാമത് അവന്റെ ചെവി തൊട്ട് ചെവി വരെ തൈലം പൂശി വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്യും. അപ്പൊ 3 കാര്യമാണ്. ഒന്ന്, അവന്റെ വംശാവലി പരിശോധിച്ച് അവൻ ഏത് ഗോത്രത്തിലുള്ളവനാണ്, അവന്റെ അപ്പൻ ആരാണ് എന്ന് ഉറപ്പുവരുത്തി മേക്ക് ഷുവർ ചെയ്യും. അപ്പൻ ആരാണ് എന്ന് അറിയാത്ത ആളുകളെ ഒരിക്കലും പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കത്തില്ല. അതിനെയാണ് കൗലഡയൻ എന്ന് മലയാളത്തിൽ എഴുതുന്നു. ഇംഗ്ലീഷിലാണ് ബാസ്റ്റാർഡ്, അല്ലെങ്കിൽ തന്ത ആരാണെന്ന് അറിയാത്തവൻ, എ പേഴ്സൺ വിത്ത് അൺനോൺ ഫാദർ. അപ്പൊ അറിയത്തില്ല, അപ്പൻ ആരാണെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളവരെ എടുക്കത്തില്ല. കാരണം അവന്റെ ഗോത്രം ഏതാണ് കൃത്യം വംശാവലി പരിശോധിച്ച് വംശശുദ്ധി ഉണ്ടെന്ന് മനസ്സിലാക്കി അഹറോന്യ ഗോത്രത്തിലുള്ളതാണ് അല്ലെങ്കിൽ ലേവ്യ ഗോത്രത്തിലുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. ആ ഉറപ്പുവരുത്തി കഴിയുമ്പോൾ അവനെ വെള്ളത്തിൽ കുളിപ്പിക്കണം. വെള്ളത്തെ കുളിപ്പിച്ചിട്ട് അവന്റെ നെറ്റിയിൽ ചെവി തൊട്ട് ചെവി വരെ അവനെ തൈലം പൂശി അവനെ അഭിഷേകം ചെയ്യണം. അങ്ങനെയാണ് അവൻ പുരോഹിതനാണ്. യേശു കർത്താവ് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോ ചിലരുടെയെങ്കിലും മനസ്സിൽ സംശയമുണ്ട്, ഇവൻ ആരുടെ മകനാണ്? അപ്പൊ പൗരോഹിത്യം കൊടുക്കുമ്പോ ആദ്യം വംശാവലി വായിച്ച് ഉറപ്പുവരുത്തണം ഇതാരുടെ മകനാണ്. വംശാവലി വായിച്ച് ഉറപ്പുവരുത്തി പിതാവ് ആരാണെന്ന് പ്രഖ്യാപിച്ചിട്ട് മാത്രമേ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് 1500 വർഷം അലംഘനീയമായി ഇസ്രായേലിൽ നിലനിന്ന നിയമത്തിന് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എന്റെ പ്രിയ പുത്രൻ. നീ പൗരോഹിത്യം കൊടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഈ പൗരോഹിത്യം കൊടുക്കുന്നതിനുള്ള ഒന്നാമത്തെ തടസ്സം ഇതാണ്, ഇവൻ ആരുടെ മകനാണെന്ന് അറിയത്തില്ല.
ഇവൻ ആരുടെ മകനാണെന്ന് അറിയത്തില്ല എന്നുള്ള പൗരോഹിത്യം കൊടുക്കാനുള്ള ഒന്നാമത്തെ തടസ്സം സ്വർഗം എടുത്തു മാറ്റുകയാണ്. സ്വർഗം അനൗൺസ് ചെയ്യാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പോ ഇപ്പോൾ സമ്മതിക്കാം, യേശു കർത്താവിന്റെ ശരീരത്തിലേക്ക് യോഹന്നാൻ വെള്ളം കോരി ഒഴിച്ചു, അവന്റെ ശരീരം ശുദ്ധീകരിക്കുന്ന ആ സമയത്ത് അടുത്തത് ചെയ്യേണ്ടത് അവന്റെ ചെവി മുതൽ ചെവി വരെ റാ പോലെ ആ തൈലം പൂശി അഭിഷേകം ചെയ്യണം. ഇവിടെ മാനുഷിക കരങ്ങളാൽ തൈലം പൂശിയുള്ള അഭിഷേകമല്ല. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ചിറക് രണ്ടും താഴേക്ക് പിടിച്ച് ഈ പ്രാവ് ഇറങ്ങി വരുമ്പോൾ ഒരു റാ അടയാളത്തിൽ അവന്റെ ചെവി മുതൽ ചെവി വരെ അഹരോന്യ പൗരോഹിത്യത്തിൽ തൈലം കൊണ്ട് അഭിഷേകം പുരട്ടുമ്പോൾ ആ അഭിഷേക തൈലം ആ തലയിൽ എങ്ങനെ ഒരു ഹാലോയായി നിൽക്കുന്നുവോ ആ ഹാലോയേക്കാൾ മികച്ചതായി പരിശുദ്ധാത്മാവ് തന്നെ ദേഹരൂപത്തിൽ അവനെ അഭിഷേകം ചെയ്തു. പൗരോഹിത്യ ശുശ്രൂഷ അവൻ ഏറ്റെടുക്കുകയാണ്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ ഇൻ ദ റിവർ ജോർദാൻ. ഇതാണ് യോർദാൻ നദിയിൽ നടന്നത്. അല്ലാതെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, അല്ല വേണ്ട, അത് പറയണ്ട. അല്ലാതെ ഈ പെന്തക്കോസ്തുകാർ പറയുന്ന പോലെ യേശുവിന്റെ സ്നാനം അല്ല നമ്മൾ അനുകരിക്കുന്നത്. യേശുവിന്റെ സ്നാനമല്ല, ദാറ്റ് ഈസ് യുണീക്ക്. യേശു 30-ാം വയസ്സിൽ സ്നാനപ്പെട്ടതുകൊണ്ട് നിങ്ങളും 30-ാം വയസ്സിൽ പോയി അനസ് ബിൻ സിദ്ദീഖ്, എല്ലാ മനുഷ്യരും ആദമിന്റെയും ഹൗവയുടെയും മക്കളാണ്. നമ്മളുടെ മതവിശ്വാസം വ്യത്യസ്തമാണെങ്കിൽ പോലും സാഹോദര്യത്തിന് മാറ്റം വരുന്നില്ല. അനാസ് ബിൻ സിദ്ദീഖ് തന്റെ സഹപ്രവർത്തകനായിരിക്കുന്ന മുഹമ്മദ് ഈസായെ കൊണ്ട് ഇതേ കമന്റ് ഇവിടെ എഴുതിക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഇങ്ങനെ സല്യൂട്ട് അടിക്കാം. കാരണം മുഹമ്മദ് ഈസ എന്റെ വളരെ നല്ലൊരു സ്നേഹിതനാണ്. പക്ഷെ മുഹമ്മദ് ഈസായോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും ഷിബു സാറിനെ സഹോദരനായിട്ട് കണക്കാക്കുന്നില്ല, ഞങ്ങൾ മുസ്ലിങ്ങൾ മാത്രമാണ് സഹോദരർ എന്ന് അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞാണ്. ഇപ്പോൾ അനസ് ബിൻ സിദ്ദീഖ് ഇത് പറഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു ധാരണ എത്തിയിട്ട് എന്നെ അറിയിക്കും. ഞാൻ വിശ്വസാഹോദര്യത്തിൽ വിശ്വസിക്കുന്നു. വേദപുസ്തകം അങ്ങനെ പറയുന്നു. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരു മനുഷ്യനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അതിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, പാഴ്സികളുണ്ട്, സ്വരാഷ്ട്ര മതക്കാര്, സിഖുകാരുണ്ട്, ജൈനന്മാരുണ്ട്, മതരഹിതന്മാരുണ്ട്, അനിമിസ്റ്റുകളുണ്ട്, ആദിവാസികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, ബാർബേറിയൻസ് ഉണ്ട്, ലൂസിഫറിനിസം വിശ്വസിക്കുന്നവരുണ്ട്, മോർമോണിസം വിശ്വസിക്കുന്നവരുണ്ട്, ഇലൂമിനാറ്റികളുണ്ട്, ഫ്രീമേസൺസ് ഉണ്ട്, ആരെല്ലാം ഉണ്ട്, വൈഷ്ണവന്മാരുണ്ട്, ശൈവന്മാരുണ്ട്, പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷേ ഈ മനുഷ്യരെല്ലാം ഒരു സാഹോദര്യത്തിലാണ് ആദാമിന്റെ മക്കൾ എന്ന നിലയ്ക്ക്. ആ സാഹോദര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ സാഹോദര്യം ബൈബിൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് വിശുദ്ധ ഖുർആന്റെ കാര്യം അറിയത്തില്ല, ഞാൻ അതിലൊരു എക്സ്പേർട്ട് അല്ല. ഈ അനാസ് ബിൻ സിദ്ദീഖ് എന്ന് പറഞ്ഞിപ്പോ കമന്റ് എഴുതുന്ന ആളൊരു മുസ്ലിം യുവ സഹോദരനാണ്, വളരെ ഉത്സാഹമുള്ള ആളാണ്. ഒരു ദിവസം എന്നോട് ഒരു 1.5 മണിക്കൂർ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ കൂടുതൽ അദ്ദേഹം സംസാരിച്ച് ഇസ്ലാമിന്റെ കുറെ ബാലപാഠങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇറ്റ് വാസ് വെരി ഗുഡ് ക്ലാസ്. അദ്ദേഹം കുറെ എന്നെ എഡ്യൂക്കേറ്റ് ചെയ്തു. പക്ഷെ ഈ സാഹോദര്യത്തിന്റെ വിഷയത്തിൽ അത് തന്നെയാണോ ഇസ്ലാമിക ധാരണ എന്ന് സഹോദരൻ അനസ് ബിൻ സിദ്ദീഖ് ഒരിക്കൽ കൂടെ ഒന്ന് ഉറപ്പുവരുത്തി ഞങ്ങളെ അറിയിക്കണം. ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല. അദ്ദേഹം ഒരു കമന്റ് എഴുതിയോണ്ട് ഞാൻ പറഞ്ഞ. അപ്പൊ ഈ യോർദാനിൽ സംഭവിച്ച ഇതാണ്, അല്ലാതെ യോർദാനിൽ സംഭവിച്ചതല്ല ഓരോ വിശ്വാസികളുടെ സ്നാനത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇവർ പറയും യോർദാനിൽ യേശു നടന്നുപോയി സ്നാനപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ നടന്നുപോയി സ്നാനപ്പെടണം. അതിലൊന്നും നിങ്ങൾ അബദ്ധത്തിൽ വീണു പോകരുത്. യേശു കർത്താവിനെ പരിച്ഛേദന ഏൽപ്പിക്കാൻ വേണ്ടി അവർ എടുത്തുകൊണ്ടാണ് പോയത്. ദൈവാലയത്തിലേക്ക് യേശു കർത്താവിനെയും കുറുപ്രാവിനെയായിട്ട് പോയത് എടുത്തുകൊണ്ടാണ് പോയത്. അല്ലാതെ യേശു ജനിച്ചു വീണപ്പോൾ ഇനി ഇവൻ പ്രായമായി, മറിയ യോസഫോട് പറയാം, എന്നാലും ദൈവപുത്രനൊക്കെ അല്ലേ, ഇവൻ പ്രായമായി, ഇനി തന്നെ എഴുന്നേറ്റ് നടന്നു വരുമ്പോൾ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് പോയേക്കാം എന്നല്ല പറഞ്ഞു. ആ ശിശുവിന് വേണ്ടി എല്ലാ പരിചരണവും കൊടുത്തു. ആ ശിശുവിനെ ദൈവാലയത്തിൽ കൊണ്ടുപോകേണ്ട സമയത്ത് ദൈവാലയത്തിൽ കൊണ്ടുപോയി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു, കൽപ്പിക്കപ്പെട്ടിരുന്ന കർമ്മങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ദൈവത്തിന്റെ ഒരു പ്രസാദവരത്തിനും ശിശുക്കൾ അന്യരല്ല. അത് തെറ്റായ ഉപദേശമാണ്. ദൈവം എന്തെല്ലാം അനുഗ്രഹം കൊടുക്കുന്നോ ആ അനുഗ്രഹമെല്ലാം കുഞ്ഞുങ്ങൾക്കും കൂടെ കൂടിയാണ് കൊടുക്കുന്നത്. കുടുംബത്തെ മൊത്തമായിട്ടാണ് അനുഗ്രഹിക്കുന്നത്. കവനന്റുകൾ
വെച്ചപ്പോ ഉടമ്പടികൾ, നോഹയിക ഉടമ്പടി മഴവിൽ അടയാളമായിട്ട് വെച്ചു, കുടുംബത്തെ രക്ഷിച്ചു. അബ്രഹാമിക് ഉടമ്പടി പരിച്ഛേദന അടയാളമായിട്ട് വെച്ചു. 8-ാം നാളിൽ പരിച്ഛേദനയാക്കാനാണ് കൽപ്പിച്ചത്. അബ്രഹാമിനോട് നിന്റെ മക്കളെ 8-ാം നാളിൽ പരിച്ഛേദന ഏൽപ്പിക്കാൻ കൽപ്പിച്ചതിനെ ആധുനിക വൈദ്യശാസ്ത്രം അതിന്റെ കാരണം കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അതിന്റെ അമ്മയിൽ നിന്ന് അസാധാരണമായ ഇമ്മ്യൂണിറ്റി പവറോടുകൂടിയാണ് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഒന്നും പെട്ടെന്ന് ഉണ്ടാകത്തില്ല. അമ്മയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച ശക്തമായ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റി പവർ കുറയാൻ തുടങ്ങുന്നത് 8 ദിവസം കഴിയുമ്പോൾ. ആദ്യത്തെ 8 ദിവസം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അതിന്റെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള കഴിവ് ഇല്ല, വളരെ കുറവാണ്. നവജാത ശിശുവിനെ മുറിപ്പെടുത്തിയാൽ ബ്ലഡിന്റെ ഒഴുക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് പറഞ്ഞാൽ 8 ദിവസം വേണം. അപ്പൊ 8 ദിവസം ആകുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കൃത്യമായിട്ട് ഇമ്മ്യൂണിറ്റി പവറും ബ്ലഡ് ക്ലോട്ടിംഗ് പവറും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഏക ദിവസം 8-ാം ദിവസമാണ്. 8-ാം ദിവസം കഴിഞ്ഞ് 10-ാം ദിവസം ആയാൽ ഇമ്മ്യൂണിറ്റി കുറയും, ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കുറയും. എന്നാൽ 7-ാം ദിവസമോ 5-ാം ദിവസമോ ഒക്കെ ആണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതും ഇമ്മ്യൂണിറ്റി ഉള്ളതുമായ ഐഡിയൽ ഡേ 8th ഡേ ആണെന്ന് ആധുനിക മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഐഡിയൽ ഡേ ആണ് ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചത് 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുക. അപ്പൊ അതുകൊണ്ടാണ് 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റത്. പക്ഷെ മാമോദിസയെ സംബന്ധിച്ച് അങ്ങനെ ഒരു റിസ്ട്രിക്ഷൻ ഇല്ല. അതാണ് സിപ്രിയൻ ഓഫ് കാർത്തേജ് എഴുതിയത്. അവിടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു 8-ാം നാളിൽ നമുക്ക് മാമോദിസ കൊടുത്താൽ മതി എന്ന്. അപ്പൊ അതുകൊണ്ടാണ് സിപ്രിയൻ എഴുതിയത്, കർത്താവിന്റെ പ്രസാദവരത്തിന് ആരും അയോഗ്യരല്ല, ആരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അപ്പം ആ തൈലം അഹ്റോനെ പൂശിയതുപോലെ ആ മാമോദിസായിൽ തൈലം പൂശുകയാണ്. എത്ര ശ്രേഷ്ഠമാണ്! സത്വരമുത്തരവായിഷ്ടം നിറവേറ്റി പാപത്തിൻ പരിഹാരാർത്ഥം പാവനമാക്കുന്നു. ഹല്ലേലൂയ മാമോദീസായേ. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നമ്മൾ എന്തിനാണ് കർത്താവായ യേശുവിനോട് ചേരുന്നത്? അവർ സമുദ്രത്തിലും വെള്ളത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. സമുദ്രത്തിലും വെള്ളത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മോസസ്, മോശയുടെ നേതൃത്വത്തിന് കീഴിലേക്ക് വന്നു. കർത്താവായ യേശുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്ന പോലെ നമ്മൾ മാമോദിസ സ്വീകരിക്കുമ്പോൾ കർത്താവിനോട് ചേരുന്നു. അത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോട് വിളിച്ചു ചോദിച്ചു, സഹോദരന്മാരെ, പുരുഷന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ,
എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ മറ്റു പല വാക്കുകളാലും അവൻ അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവീൻ എന്ന് ഉപദേശിച്ചു. അവിടെയാണ് മാമോദിസായുടെ പ്രസക്തി. അവർ ചോദിച്ചു, ഞങ്ങൾ ഈ പാപങ്ങളിൽ നിന്നുള്ള മോചനം, എന്താണ് അവരുടെ പാപം? കർത്താവായ യേശുവിനെ ക്രൂശിച്ച ആ പാപം, കർത്താവായ യേശുവിനെ ക്രൂശിച്ച ലോകത്തിൽ നിന്ന് വേർപെടുക, കർത്താവിന്റെ ശരീരമാകുന്ന സഭയോട് ചേരുക. ഇതാണ് മാമോദിസായുടെ ഉദ്ദേശം. ആ മാമോദിസായിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അങ്ങനെ മാമോദിസായിലൂടെ സഭയിലേക്ക് ചേരുന്നവരാരാണെന്ന് പ്രഥമ മാമോദിസ ഇനാഗുറേറ്റ് ചെയ്തുകൊണ്ട് പ്രസംഗിച്ച അപ്പോസ്തലനായ പത്രോസ് തന്നെ തന്റെ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. യു ബിലോങ് ടു ദാറ്റ് റോയൽ പ്രീസ്റ്റ്ഹുഡ്. His own nation, your holy nation, his own people. രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. അപ്പൊ ആ പദവിയിലേക്ക് നമ്മളെ ഉയർത്തിയിരിക്കുകയാണ്. സോ ഇവർ പറഞ്ഞ് പരത്തുന്നത് പോലെയുള്ള മതപ്രചരണ പരിപാടിയല്ല ഇത് മതപരിവർത്തന മാധ്യമമല്ല. ഇതെന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാത്തരം ദുർമനസാക്ഷികളും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഗിൽറ്റ് കോൺഷ്യസും മാറിപ്പോകട്ടെ. ഇവർ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കും. സോ നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള മാമോദിസായുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് എത്ര ശ്രേഷ്ഠമാണ്, എത്ര വിശുദ്ധമാണ്, എത്ര വിലമതിക്കപ്പെടാൻ കഴിയാത്തതാണ് എന്ന് മനസ്സിലാക്കുക. മാമോദിസായുടെ റൂഷ്മായാൽ നിങ്ങൾ മുദ്ര കുത്തപ്പെട്ടവരാണ്, അത് നിങ്ങൾ ഓർക്കുക. മറിച്ചുള്ള പ്രചരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ലൈവ് വീഡിയോ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവരിഡേ ഈ ഇൻവിറ്റേഷൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ചുമ്മാതെ അവിടെ ഇവിടെ ഇരുന്ന് വിഷമിക്കാതെയും സിനിമാക്കാരുടെ ക്ലിപ്പ് വെച്ച് ട്രോൾ ഉണ്ടാക്കി കളിക്കാതെയും ആൺകുട്ടികളെ പോലെ ഇവിടെ വരിക, ഇവിടെ വന്ന് ലൈവിൽ ജോയിൻ ചെയ്യുക, ഞങ്ങളെ പ്രബോധിപ്പിക്കുക, എന്നെ ശാസിക്കുക, എന്നെ ബത്സിച്ച് ഒതുക്കുക എന്ന് ഞാൻ നിങ്ങളെ പിന്നെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കാരണം കുറെ വീരന്മാരുണ്ട് അവിടെ ഇവിടെ ഇരുന്ന് സിനിമ ക്ലിപ്പ് വെച്ച് ട്രോൾ ഉണ്ടാക്കി കളിക്കുന്നവർ. അതൊക്കെയാണ് പെന്തക്കോസിന്റെ ഇന്നത്തെ അധപ്പതിച്ച ദുസ്ഥിതി. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു പെന്തക്കോസുകാർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? സിനിമയൊക്കെ പാപമാണെന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അനേക ആളുകളെ സിനിമ കാണുന്നതിൽ നിന്നൊക്കെ തടയുകയും ഒക്കെ ചെയ്ത പെന്തക്കോസുകാരുടെ അനന്തര തലമുറ ഇന്ന് സിനിമാക്കാരുടെ ട്രോള് വെച്ച് ഉപദേശത്തെ സ്ഥാപിക്കാൻ ഫേസ്ബുക്ക് വഴി നിരങ്ങുന്ന ദയനീയമായ കാഴ്ചയാണ്. അവരുടെ പിതാക്കന്മാരൊക്കെ പെന്തക്കോസ്റ്റിലെ പിതാക്കന്മാർ മൺമറഞ്ഞു പോയവർ, അവർക്ക് സുബോധമില്ല ഉണ്ടെന്നൊന്നും ഇവർ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവരിനി എഴുന്നേറ്റങ്ങ വന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ അവരൊന്നുകൂടെ ഹൃദയം പൊട്ടി മരിച്ചു പോകും. കാരണം തങ്ങളുടെ മക്കളൊക്കെ ഇത് സിനിമയാണ് ആയുധമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഷെയിം ഓൺ യു പെന്തക്കോസ്റ്റൽസ്, ഷെയിം ഓൺ യു, ഷെയിം ഓൺ യു. കാരണം എന്ത് പറഞ്ഞാൽ ഈ പെന്തക്കോസ്റ്റ് ഉണ്ടായ അത് മുഴുവൻ പൊളിഞ്ഞു. ഇവരുടെ ഏറ്റവും വലിയൊരു വാദം ആഭരണ വർജനമായിരുന്നു. ഇന്ന് ആഭരണം ഇടുന്നവരെല്ലാ പെന്തക്കോസ്റ്റ് സഭയിലും ഉണ്ട്. ഇപ്പൊ അതേപ്പറ്റി മിണ്ടുന്നില്ല. അപ്പോൾ ഏകദേശം 1 നൂറ്റാണ്ടോളം മലയാളി സമൂഹത്തിൽ അനേക കുടുംബങ്ങളിൽ ഭിന്നതയും കലഹവും വിതച്ചവരാണിവർ. അനേക കുടുംബങ്ങളെ ഭിന്നിപ്പിച്ചവരാണ്, തകർത്തവരാണ്. എത്ര മാർത്തോമ കുടുംബങ്ങൾ എനിക്ക് നേരിട്ടറിയാവുന്നു. ആയുഷ്കാലം മുഴുവൻ ഭാര്യയോട് മിണ്ടാത്ത ഭർത്താക്കന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ മിന്നുമാലി ഊരി എന്ന് പറഞ്ഞ് കൃത്യം കുടുംബം എനിക്കറിയാം. ഞാൻ അവരുടെ മക്കളൊക്കെ എന്നെ കാണുന്നുണ്ട്, അതുകൊണ്ട് കുടുംബ പേരൊന്നും പറയുന്നില്ല. ഹൃദയം തകർന്ന് മരിച്ചുപോയ പിതാക്കന്മാരുണ്ട്. ഇതെല്ലാം കർത്താവായ യേശുവിന് വേണ്ടി ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. പാവപ്പെട്ട പെണ്ണുങ്ങളൊക്കെ കർത്താവിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണെന്നുള്ള പേരിൽ ഈ ത്യാഗം സഹിച്ചു. ഈ മുട്ടാളന്മാരുടെ, ഈ തെമ്മാടികളുടെ, ഈ കൗശല ബുദ്ധിക്കാരുടെ, എന്നിട്ട് ആ പാസ്റ്റർമാരുടെ എല്ലാ മക്കളിപ്പം ആ മാല ആഭരണം ഇട്ടുകൊണ്ട് നടക്കുക. എത്ര കുടുംബങ്ങളെയാ തകർത്തത്. പെന്തക്കോസ്തുകാർ മറുപടി പറയാൻ ബാധ്യതയുള്ള വിഷയമാണിത്. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, അല്ലെങ്കിൽ ഇന്ന് അതിനകത്ത് നിൽക്കുന്നവർ
നിങ്ങൾ ചിന്തിക്കുക, എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഇന്ന് നിങ്ങളത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? സ്തോത്ര കാഴ്ച കിട്ടുമെന്നറിഞ്ഞാൽ ആഭരണമല്ല, എന്ത് വൃത്തികേട് കാണിക്കുന്നവരെ നിങ്ങൾ സഭയിൽ ഉൾക്കൊള്ളും. ഏതും മ്ലേച്ഛത കാണിക്കുന്നവരെയും സത്യവചനം പറയുന്നവരെ മാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. എന്ത് വൃത്തികേട് കാണിക്കുന്നവരെ ഉൾക്കൊള്ളും. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോ പെന്തക്കോസ്തുകാരോട് ചോദിക്കാൻ തുടങ്ങണം. എന്നെ കേൾക്കുന്ന പെന്തക്കോസ്തുകാരാണെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങണം. ഇതൊരു കൾട്ട് ഗ്രൂപ്പാണ്. കൾട്ട് അല്ലാതെ ഇതെന്താണ്? ഇത് സത്യസന്ധമായ ഉപദേശമായിരുന്നെങ്കിൽ ഇത് തുടങ്ങിയപ്പോൾ ഈ ഉപദേശം അവസാനത്തോളം മുറുകെ പിടിക്കണ്ടേ? ആദ്യ വിശ്വാസം അന്ത്യത്തോളം മുറുകെ പിടിക്കുന്നവൻ ഭാഗ്യവാൻ, അങ്ങനെയല്ലേ തിരുവെഴുത്ത് പറയുന്നത്? ആദ്യ വിശ്വാസം പകുതിക്ക് വെച്ച് ഗോപ്യമായിട്ട് ഒഴിവാക്കി കളയുന്നവൻ ആരാണ്? അവൻ കള്ളനാണ്, ചതിയനാണ്, വഞ്ചകനാണ്, ക്രൂക്കടാണ്. ആദ്യ വിശ്വാസം അന്ത്യത്തോളം മുറുകെ പിടിക്കണം. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യ വിശ്വാസം അന്ത്യത്തോളം മുറുകെ പിടിക്കണം. അങ്ങനെയാണ് പെന്തക്കോസ്തുകാരാ നിനക്ക് നട്ടലുണ്ടെങ്കിൽ, തണ്ടല്ലുണ്ടെങ്കിൽ, അടുത്തത് ഞാൻ പറയുന്നില്ല, അൺപാർലമെന്ററി ആയി പോകും. അങ്ങനെയാണെങ്കിൽ നീ ആദ്യ വിശ്വാസം അന്ത്യത്തോളം മുറുകെ പിടിക്കണം. ഇപ്പൊ നീ പകുതി വഴിയായപ്പോ നീ എന്ത് ചെയ്യാ? നീ ഉപദേശം ഒരുമാതിരി പാമ്പ് പടം പൊഴിക്കുന്ന പോലെ നിന്റെ ആഭരണ വിരോധം ഉരിഞ്ഞു കളയുക, എന്നിട്ട് പുതിയ വേഷം ധരിച്ചു വരിക, പുതിയ പാമ്പായിട്ട്. സത്യസന്ധതയുടെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യ വിശ്വാസം അന്ത്യത്തോളം മുറുകെ പിടിക്കണം. അല്ലെങ്കിൽ ഇടയ്ക്ക് സുല്ലിട്ടിട്ട് നീ മാറിക്കളിക്കുന്ന കളിയല്ല. അല്ലെങ്കിൽ പറയണം, ഈ പരിപാടി നമുക്ക് പറ്റിയതല്ല, ഇവിടെ ഞങ്ങൾ കട അടയ്ക്കുന്നു, തട്ടുകട ഞങ്ങൾ അടയ്ക്കുന്നു. അല്ലെങ്കിൽ പറയണം, ഞങ്ങളുടെ പിതാക്കന്മാർ വിഡ്ഢികളായിരുന്നു, അല്ലെങ്കിൽ നിരക്ഷരരായിരുന്നു, അവർക്ക് തെറ്റിപ്പോയി. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറയണം. ഇത് പറയാതെ ഒതുക്കത്തിൽ അങ്ങ് മാറാം, അല്ലെങ്കിൽ മറയാം, അല്ലെങ്കിൽ മായ കാണിക്കാം എന്നൊന്നും വിചാരിക്കേണ്ട. ബുദ്ധിയും ചിന്താശക്തിയും നശിച്ചിട്ടില്ലാത്ത കുറെ പേരെങ്കിലും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിരീക്ഷണ വിധേയരാണ്. ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇതേ പറയുന്നു. നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഉത്തരം ഉണ്ടെ പറയുക. അപ്പൊ എത്ര കുടുംബങ്ങളാ തകർന്നെന്നറിയാമോ? എത്ര സഹോദരിമാർ മാനസികമായി സ്നാനപ്പെടാൻ കഴിയാതെ മനപ്രയാസപ്പെട്ട് മരിച്ചു പോയെന്നറിയോ? ഞാൻ എക്സാഗ്രേറ്റ് ചെയ്യുന്നതല്ല. കാരണം ആഭരണം ഊരണം, സ്നാനപ്പെടുമ്പോൾ കർത്താവ് കാന്ത വരുന്നു, ഇങ്ങനത്തെ കുറെ പാട്ടും എല്ലാം എഴുതി വെച്ചു. കാന്തയാണെന്നും കർത്താവ് വരുമെന്നും കാള ഊതുമെന്നും ഉടനെ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് ഒരാൾ അയച്ചു തന്നു. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ദുസ്തുതി, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അത് നല്ല ക്ലിപ്പായിരുന്നു, നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചാ. പക്ഷെ അതിന്റെ പുറകെ പിന്നെ ടൺ കണക്കിന് മെസ്സേജ് വന്നു. ഇന്നുമായിട്ട് ഞാൻ 2 മണിക്കൂർ സമയം തപ്പിയിട്ട് ആ ക്ലിപ്പ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ ക്ലിപ്പ് അയച്ചു തന്ന ആള് എന്നെ ഈ വീഡിയോയിൽ കാണുന്ന ആളാണെങ്കിൽ എനിക്കത് ഒരിക്കൽ കൂടെ അയച്ചു തരണം. അതിന്റെ കണ്ടന്റ് ഇതാണ്. ഒരു പാസ്റ്റർ പ്രസംഗിക്കുകയാണ്, കൽപ്പന ചൗള എന്ന ബഹിരാകാശ യാത്രിക ഇന്ത്യൻ വംശജ അമേരിക്കയിൽ കൊല്ലപ്പെട്ടല്ലോ, അത് ദൈവം തമ്പുരാൻ വെടിവെച്ചിട്ടതാണെന്ന് ഒരു പാസ്റ്റർ. നമുക്കെല്ലാം നല്ലൊരു സന്തോഷിക്കാമായുള്ള ഒരു ക്ലിപ്പാണ്. ആ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്ന ആള് ദയവായി ഒന്നുകൂടെ അയച്ചു തരിക. അതാരാണെന്ന് ഞാൻ മറന്നുപോയി. നിങ്ങളുടെ ആരുടെയും ആ ക്ലിപ്പ് കൊണ്ട് അയച്ചു തന്നാലും മതി. ഇതൊക്കെയാണ് സ്ഥിതി. ഈ തരത്തിലുള്ള വിഡ്ഢിത്തവും തോന്നിവാസങ്ങളും പ്രസംഗിക്കുക. അപ്പൊ ഈ 100 വർഷം നിങ്ങൾ മലയാളി സമൂഹത്തെ വഞ്ചിച്ചു. എന്നിട്ട് ഇങ്ങനെയുള്ള പാട്ടുകളെല്ലാം എഴുതി, കർത്താവ് വരുന്നുണ്ടെന്നും അവനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ വിശുദ്ധിയെ തേക്കണമെന്നും ആഭരണം ഊരണമെന്നും. എന്തുമാത്രം മാനസിക സമ്മർദ്ദം എത്ര സഹോദരിമാർക്ക് കൊടുത്തു. പേഴ്സണലി എനിക്കറിയാം. ഞാനൊരിക്കൽ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയപ്പം, ഒരു പെന്തക്കോസ്ത് ചർച്ചിലാണ്, ഞായറാഴ്ച ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ചർച്ചിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ സഭയുടെ വാതക്കലെ തൂണിന് മറഞ്ഞ് ഒരു സഹോദരി നിൽക്കുന്നു. അപ്പൊ എന്നെ കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് അവർ ആ തൂണിന്റെ മറവിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോൾ ഒരു ചിരി. ഞാൻ ചോദിച്ചു, എന്നാന്ന് ചോദിച്ചു. അപ്പൊ അവരിങ്ങനെ എൻ്റെ അടുത്ത് നിന്നേച്ച് പറഞ്ഞു, പാസ്റ്ററെ ഒരു നിവൃത്തിയില്ല. അപ്പൊ ആഭരണം ഇട്ടോണ്ടാ വന്നത്. ആ തൂണിന് മറവിൽ നിന്ന് ഈ കമ്മൽ ഊരി പേഴ്സ് വെക്കുകയാണ്. കാരണം അകത്ത് കയറി കർത്തൃമേശം മേടിക്കണം, ഇത് കൂടണം. വീട്ടിൽ അങ്ങേര് പിള്ളേർ സമ്മതിക്കത്തില്ല പാസ്റ്ററെ. എന്നിട്ട് അവരും കരയുക. ഞാൻ പറഞ്ഞു സാരമില്ല കയറിപ്പോ. അപ്പൊ അവര് ആ സഭയ്ക്കകത്തിട്ട് കയറിപ്പോ വന്നു. നടന്ന കാര്യം എനിക്ക്. അപ്പൊ ഒത്തിരി പേരുണ്ടായിരുന്നു അങ്ങനെ. എന്തുമാത്രം മാനസിക ക്ലേശമാണ് ഈ സഹോദരിമാർ അനുഭവിച്ചത്. ഇവന്മാരുടെ ഈ മുട്ടാളത്തം കാരണം. അവരുടെയൊക്കെ രക്തം ഇവരോട് ചോദിക്കത്തില്ല. എന്തുമാത്രം അവർ ആ ആഭരണം ഇടുമ്പം പാമ്പ് കഴുത്ത കിടക്കുന്നല്ലേ അവർക്ക് തോന്നുന്നത്. കാരണം ആ രീതിയിലുള്ള പ്രസംഗമല്ലേ
പഠിപ്പിച്ചത്. വീട്ടിൽ ചെല്ലുമ്പോൾ വീടിനെ ഓർത്ത്, കുടുംബത്തിന്റെ ഭദ്രത ഓർത്ത്, ഐക്യം ഓർത്ത്, മക്കളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത് ഒക്കെ അവർ ഈ ആഭരണം ഇടുകയാണ്. പക്ഷെ അവർക്കുള്ളിൽ ഭയങ്കര വെറുപ്പും വിരോധവുമാണ്. കാരണം ഈ രീതിയിലുള്ള തെറ്റായ ബോധ്യങ്ങളും ബോധനങ്ങളും പ്രബോധനങ്ങളും കൊടുത്തിരിക്കുകയാണ്. മനുഷ്യവർഗത്തിന് നേരെയുള്ള ഒരു ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ഒഫൻസ് ആണ് ഇവർ നടത്തിയത്. സാമൂഹിക കുറ്റകൃത്യം. ഗവൺമെന്റ് തലത്തിൽ തന്നെ കേസെടുക്കേണ്ട ഒരു കാര്യം. കാരണം ഒരു പ്രത്യേക ഗ്രൂപ്പിനെ മുഴുവൻ ഇത്രയും മാനസിക അടിമകളാക്കുകയും മാനസിക തകർച്ചയിലേക്കും വൈകാരിക സമ്മർദ്ദത്തിലേക്കും തള്ളിവിടുകയും ചെയ്ത അതിഗുരുതരമായ തെറ്റ്. പെന്തക്കോസ്തുകാർ എനിക്കെതിരെ ചാടിക്കടിക്കാൻ വരുന്നതിന് മുമ്പ് ഈ സോഷ്യൽ മീഡിയയിലുള്ള നീയൊക്കെ ഇതിന് ഉത്തരം പറ. ഇത് ശരിയാണോ? ഇതൊക്കെ നടന്നതല്ലേ? അപ്പൊ 2 തലമുറയല്ല 3 തലമുറയെ വിഷലിപ്തമാക്കുന്ന ഉപദേശം കൊണ്ട് നിറയ്ക്കുകയും അതിൽ ആയിരക്കണക്കിന് ആളുകളെ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തുകയും അനേക കുടുംബങ്ങളിൽ കുടുംബഛിദ്രത്തിന് കാരണമാകുകയും ചെയ്ത ഒരു ഉപദേശ സംഹിത പിന്നെയും വിശുദ്ധമാണ്, അത് ബിബ്ലിക്കലാണ്, അത് വേദപുസ്തക പ്രകാരമാണ്, അത് ദൈവശാസ്ത്രപരമാണെന്നുള്ള നിങ്ങളുടെ അവകാശവാദം ഞങ്ങൾ വില വെച്ച് തരണോ? നോ, ഒരു തരത്തിലും വില വെച്ച് തരാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഏത് പെന്തക്കോസ്തുകാരന് വേണമെങ്കിലും എന്റെ അടുത്ത് വരാം, നമുക്കിവിടെ സംസാരിക്കാൻ. ഇറ്റ് ഈസ് ഓപ്പൺ. ഇതൊരു ഓപ്പൺ ഫോറമാണ്, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ സംശയങ്ങളെ നിവാരണം ചെയ്തു തരാം. നമുക്ക് നല്ല സയൻസ് ആണ്, വേൾഡ് മുഴുവൻ നിന്ന് നല്ല റെസ്പോൺസ് ഉണ്ട്. ആളുകൾ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ആളുകളുടെ ഈ മരവിച്ചിരുന്ന ഭാഗങ്ങളൊക്കെ ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പൊട്ടിപ്പോയ വയറിംഗ് ഒക്കെ കണക്റ്റഡ് ആകാൻ തുടങ്ങി. ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗുഡ് സൈൻ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവര് ചിന്തിക്കാൻ തുടങ്ങട്ടെ. ലെറ്റ് മൈ പീപ്പിൾ സ്റ്റാർട്ട് തിങ്ക്. എന്റെ ജനം ചിന്തിക്കാൻ തുടങ്ങട്ടെ. മൈ പീപ്പിൾ പെരിഷ് ലാക്ക് ഓഫ് നോളജ്. അങ്ങനെയാണ് ഹോശിയ പ്രവാചകൻ 4:6 പറയുന്നത്. പരിജ്ഞാനം ഇല്ലായികയാൽ എന്റെ ജനം നശിച്ചു പോകും. അപ്പൊ ചിന്തിക്കുന്ന ജനം നശിക്കത്തില്ല. ചിന്തിക്കാൻ തുടങ്ങട്ടെ. ജനം ചിന്തിക്കാൻ ആരംഭിക്കട്ടെ. ഇതിനൊന്നും മറുപടി ഇവർക്കില്ലെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഒരു 3 തലമുറയെ നശിപ്പിച്ചിട്ട് അടുത്ത തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി പുതിയ തന്ത്രങ്ങളുമായിട്ട് വരികയാണ്. അതുകൊണ്ട് നശിപ്പിച്ചിടത്തോളം മതി. നമ്മുടെ റാന്നിയിലൊരു സുഹൃത്ത്, അതായത് ഒരു ഹിന്ദു ആയിരുന്നു, 14 വർഷം പെന്തക്കോസ്തിലായിരുന്നു. ശാസന, ഭൂതാറൊക്കെ, ബത്സനം, സകല അഭ്യാസം ഉണ്ടായിരുന്നു. നല്ല നല്ല പ്രസംഗങ്ങൾ, അതായത് ഒരു പ്രസംഗമൊക്കെ ഉണ്ട്. അതേകാലം കഴിഞ്ഞ ദിവസം ഹൈന്ദവ മാർഗത്തിലോട്ട് തിരിച്ചുപോയി മണ്ണാറശാല കാവിൽ പോയി തൊഴുതേച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും പോസ്റ്റ് ചെയ്തു. അറ്റ്ലീസ്റ്റ് ആളുകളെ കളിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം അവസാനിപ്പിച്ചു. സോ നമുക്ക് സുബോധമുള്ളവരായി തീരാം, പകലിനെന്ന പോലെ നടക്കാം. ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അവിടെയും ഇവിടെയും ഇരുന്ന് പറയാതെയും സിനിമാക്കാരുടെ ക്ലിപ്പ് വെച്ച് ട്രോൾ ഉണ്ടാക്കി കളിക്കാതെയും ധൈര്യത്തോടെ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾക്കൊക്കെ ഞങ്ങളോട് സമാധാനം പറ. അങ്ങനെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങനെ പറയുക. സോ പരിശുദ്ധ മാമോദിസയെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അത് സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഫർദർ ഒബ്ജക്ഷൻ വന്നാൽ വീണ്ടും അതിന് ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും. പാവനയാം സഭയെ തിരുനാമത്തിൽ സംജാതാനവമാ കുഞ്ഞാടേ സ്നാനാത്മജനേ സ്വാഗതമോതുന്നേ വരിക. ഓരിന്നാളുകളെ കൂട്ടി തോയത്തിൽ നിന്നും ഇതയോ തന്നാരാധകരെ മസിഹ സ്നാനത്തിൻ നീരിൽ വേറ്റു.
സാജൻ തോമസ് വേറെ ഒരു പണിയുമില്ലാതെ നരകത്തിൽ ആളെ കൂട്ടാൻ കച്ച കെട്ടിയത്. നരകത്തിലൊന്നല്ല, ദൈവം ചൊന്ന ആദരോനെ പൂശുക പാവനനാവാ പാവന തൈലത്താ പൂശും നീപ്പോ സ്നാനം പ്രാപിപ്പൊരു കുഞ്ഞാടിനെ പാവന തൈലത്താ വാരക്കുമോ. ഇത് കേരളത്തിൽ മലയാളികളെ വഞ്ചിച്ച ഒരു സാധനമാണ്. മഹദിയാം ബാബിലോൺ എന്ന ഗ്രന്ഥമാണ്. ഇത് എഴുതിയത് ഇദ്ദേഹമാണ്, പാസ്റ്റർ കെ എബ്രഹാം. ഇദ്ദേഹമാണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ച് ഈ പുസ്തകം വായിച്ച് ഒത്തിരി പേര് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ പോസ്റ്റ്മോർട്ടം നമ്മൾ ഉടനെ ഈ ലൈവിൽ നടത്തും. വെയിറ്റ് ഫോർ ദാറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. യാതൊരു അടിസ്ഥാനമില്ലാതെ ഇങ്ങനൊരു സാധനം എഴുതി ഇട്ടിരിക്കുകയാണ്. ഭയങ്കര സംഭവമാണ്. ഇത്രയും കൊടിയ സാധനം എഴുതി വെച്ച് ഇപ്പോഴും ഒരു ഉളുപ്പും ഇല്ലാതെ പ്രിന്റ് ചെയ്ത് വിറ്റുകൊണ്ടിരിക്കുകയാണ് ഈ പുസ്തകം. ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാം. 2000 ഏകദേശം 4000 ഇയേഴ്സിന്റെ ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഫുട് നോട്ട്സ് ഒന്നുമില്ല, യാതൊരു റെഫറൻസും ഇല്ല. യാതൊരു റെഫറൻസും ഇല്ലാതെ എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ വെറും ഭാവനയാണ്, വെറും കെട്ടുകഥ. ഇയാൾക്ക് എന്ത് തോന്നുന്നു അതിൽ എഴുതി വെച്ചിരിക്കുക. അത് ഇത്രാമത്തെ വർഷം AD 100 ഇങ്ങനെ നടന്നു, BC 60 ഇങ്ങനെ നടന്നു. ഇത് എവിടുന്ന് എടുത്തിരിക്കുന്നില്ല. നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, ഈ പുസ്തകത്തെ പറ്റി. ദയവായി അതിനുവേണ്ടി കാത്തിരിക്കുക. സോ ഇതൊക്കെയാണ് സത്യം. ഈ സത്യങ്ങൾ നിങ്ങൾ ശബ്ദമുയർത്തി പറയുവാൻ തുടങ്ങുക. ഈ സത്യം എല്ലാവരെയും സ്വതന്ത്രമാക്കട്ടെ. സത്യം നിങ്ങൾ അറിയുകയും സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇത് ആളുകളെ വഞ്ചിക്കുന്ന ഒരു കൂട്ടായ്മയാണ്, കൂട്ടമായി കൊള്ളയടിക്കുന്ന ഒരു പരിപാടി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തീവെട്ടിക്കൊള്ള എന്ന് പറയും. തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളന്മാർ തന്നെ താമസിക്കുന്ന ഗ്രാമങ്ങൾ. നമ്മുടെയൊക്കെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ കള്ളൻ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ കള്ളന്മാർ കാണും. നമ്മുടെ കേരളത്തിലെ ചില ഗ്രാമങ്ങളിൽ കള്ളൻ കാണും, അല്ലെങ്കിൽ ചില കള്ളന്മാർ കാണും. പക്ഷെ കള്ളന്മാർ മാത്രമുള്ള ഗ്രാമം അത് തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ. അത് തമിഴ്നാടിന്റെ പ്രത്യേകതയാണ്. അതാണ് തിരുട്ടു ഗ്രാമങ്ങൾ. ആ തിരുട്ട് ഗ്രാമങ്ങളിലുള്ളവർ ഇവരെ കണ്ടാൽ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചു നിൽക്കും. കാരണം അതിലും വലിയ കള്ളന്മാരാണ്. Thank you for watching. God bless you.